Hi, today we will see what is a PLSQL trigger. Actually, ഈ PLSQL എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ട്രിഗർ മാത്രം പഠിച്ചാൽ മതി. PLSQL എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ഓഫ് SQL ആണ്. അതായത് നമുക്കിപ്പോൾ SQL ക്വറി എഴുതുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്നത് പോലെ ഇഫ് കൺസ്ട്രക്റ്റും ലൂപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വറിയിങ് ആണ് ഡേറ്റാബേസിനകത്തുള്ളതാണ് PLSQL എന്ന് വെച്ചാൽ. അതിൻ്റെ ഫുൾ ഫോം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ഓഫ് SQL ആണ്. അതിനകത്തുള്ള ഒരു കാര്യമാണ് ട്രിഗർ എന്ന് പറയുന്നത്. പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെല്ലാം നമുക്ക് PLSQLൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് KTUവിനകത്ത് ട്രിഗർ മാത്രം മതി. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും നോക്കണ്ട, ട്രിഗർ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. PLSQL എങ്ങനെയെന്നുള്ളതൊന്നും നോക്കണമെന്നില്ല. ട്രിഗർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 times ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം. സോ വിൽ സ്റ്റാർട്ട്. വാട്ട്സ് എ ട്രിഗർ? Trigger is actually a procedural code that is automatically executed in response to certain events on a particular table or view in a database. അതായത് ട്രിഗർ ഇസ് എ പ്രോഗ്രാം കോഡ്. ഒരു പ്രോഗ്രാം പോലത്തെ ഒരു SQL ക്വറിയോ ഇൻക്ലൂഡ് ചെയ്ത ഒരു പ്രോഗ്രാം പോലത്തെ ഒരു സെക്ഷനാണ്, ഒരു പീസ് ഓഫ് കോഡാണ്. ഏതെങ്കിലും ആ ഓരോ ട്രിഗേഴ്സും എഴുതുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടിയായിരിക്കും. മേ ബി ദാറ്റ് ഈവൻറ്റ് വിൽ ബി റിലേറ്റഡ് ടു സം ടേബിൾ ഓർ സം വ്യൂസ്. ഡേറ്റാബേസിനകത്ത് ഓൾറെഡി ഉള്ള ഒരു ടേബിളിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ വെർച്വൽ റിലേഷനായ വ്യൂസിനെ ബേസ് ചെയ്തോ ആയിരിക്കും ട്രിഗേഴ്സ് എഴുതുന്നത്. ആ ഓരോ ട്രിഗർ എന്ന് പറയുന്നതും ഇപ്പോൾ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഇൻസേർട്ട്, ഒരു ടേബിളിനകത്ത്, ഒരു പർട്ടിക്കുലർ ടേബിളിനകത്ത് ഒരു ഇൻസേർട്ട് ക്വറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രിഗർ ഫയർ ആവണം. അപ്പോൾ ഈ കോഡ് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അതിൻ്റെ മീനിങ്. ലൈക്ക് ദാറ്റ് നമുക്ക് ഒരു ടേബിളിന് വേണ്ടി ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ ഫ്രം എനി യൂസർ ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് യൂസറിൽ നിന്നും അവരുടെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ ആ ടേബിളിലേക്ക് ഏതെങ്കിലും ഒരു ഈവൻറ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ ആ ഈവൻറ്റ് ഏതാണെന്നും ഏത് ടേബിളാണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, ആ ട്രിഗറിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. ആ പർട്ടിക്കുലർ ഈവൻറ്റ് വരുമ്പോൾ ഈ ട്രിഗർ ഫയർ ആവും, അതായത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. അതിപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന പോലെ ഇപ്പോൾ ഇൻസേർട്ട് ക്വറിക്കാണെങ്കിൽ ഇൻസേർട്ട് ട്രിഗർ ഉണ്ടാവും, അപ്ഡേറ്റ് ക്വറിക്ക് വേണ്ടിയാണെങ്കിൽ അപ്ഡേറ്റ് ട്രിഗർ ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും വേണ്ടി സെപ്പറേറ്റ് ട്രിഗേഴ്സ് ഉണ്ടാവും. യൂഷ്വലി നമ്മൾ ഈ ട്രിഗേഴ്സൊക്കെ എഴുതുന്നത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ, ഇൻഫോർമേഷൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, ചെക്കും, പ്രൈമറി കീ, യുണീക്ക്, നോട്ട് നൾ, അങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ടേബിളിൻ്റെ സമയത്ത്. അതല്ലാതെ നമുക്ക് വേറൊരു സംഭവമുണ്ട്, അസേർഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് യൂസ് ചെയ്ത് ഇൻറ്റഗ്രിറ്റീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ ചെക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇതിൽ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അതിന് മുന്നെയോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ചെക്കിങ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടോ, അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആരാണ് ആ ഇൻസേർട്ട് നടത്തുന്നതോ, യൂസറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതോ, ആരാണ് അപ്ഡേറ്റ് നടത്തിയെന്നുള്ളതോ, അല്ലെങ്കിൽ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തോ, ഏത് യൂസറാണ് ഡിലീറ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അപ്ഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പ്രീവിയസ് വാല്യൂസ് വേറെ ഏതെങ്കിലും ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഈ ട്രിഗറിനകത്ത് എഴുതാറ്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നമ്മൾ എക്സാമ്പിൾസ് നോക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗേഴ്സ്. Triggers can be classified in 3 different ways. Well, first one, based on timing
നമ്മൾ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബിഫോർ ട്രിഗർ, ആഫ്റ്റർ ട്രിഗർ, ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ. അതിൽ ബേസ്ഡ് ഓൺ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ബിഫോർ ട്രിഗർ ഇറ്റ് ഫയർസ് ബിഫോർ ദി സ്പെസിഫൈഡ് ഇവൻറ്റ് ഹാസ് ഒക്കേർഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസേർട്ട് ട്രിഗറാണ് കൊടുത്തേക്കുന്നത്. അതൊരു ബിഫോർ ട്രിഗറായിട്ടാണ് നമുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ആഫ്റ്റർ ട്രിഗറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഡ് ഓഫ് ട്രിഗറായിട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഞാനിപ്പോൾ ഒരു യൂസർ ആപ്ലിക്കേഷനിൽ നിന്നും ഒരു ഇൻസേർട്ട് ക്വറി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു സംതിങ് ഒരു ടേബിൾ ഡേറ്റ എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് ടേബിളിലോട്ട് എൻ്റർ ആകുന്നു എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് എങ്കിൽ അവിടെ ഒരു ഇൻസേർട്ട് ക്വറിയാണ് വർക്ക് ചെയ്തത്. ടേബിളിനകത്തോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസേർട്ട് ക്വറി വർക്ക് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ട്രിഗർ എഴുതി, ബിഫോർ ട്രിഗറായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ഇൻസേർട്ട് ക്വറി ആക്ച്വലി ഡേറ്റാബേസിൽ എക്സിക്യൂട്ട് ആവുന്നതിന് മുന്നേ ഈ ട്രിഗറിൽ പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ഇൻസേർട്ട് ക്വറി വർക്ക് ചെയ്യുന്നത്. അതാണ് ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ക്വറിയാണോ നമ്മൾ കൊടുത്തത്, ടേബിളിലോട്ട് ചെയ്യാനായിട്ട് കൊടുത്തത്, ആ ക്വറി നടന്നതിന് ശേഷം അതിൻ്റെ ബേസ് ചെയ്ത് ഒരു ട്രിഗർ ഉണ്ട് എങ്കിൽ ആ ട്രിഗർ ഈ ക്വറിയുടെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ആ പ്രോഗ്രാം കോഡ് വർക്ക് ചെയ്യും. ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ എന്ന് പറയുന്നത് അത് ഇതുപോലെ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഓപ്പറേഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. DML ടൈപ്പ് ഓഫ് ക്വറീസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുന്നത് ഈ ഒരു ക്വറി വരുമ്പോൾ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ ഇതിന് പകരം വേറൊരു ക്വറി എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ യൂസറിൽ നിന്ന് വരുന്ന ക്വറി അല്ല, അതിന് പകരം വേറൊരു ടൈപ്പ് ഓഫ്, ഇപ്പോൾ ചിലപ്പം യൂസറിൽ നിന്ന് പറയുന്നത് വ്യൂ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വറി ആയിരിക്കും വരുന്നത്. അപ്പം ആ വ്യൂവിന് വേണ്ടി നമ്മളൊരു ട്രിഗർ എഴുതിയിട്ടുണ്ട്. വ്യൂ അല്ല ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ആക്ച്വൽ ടേബിൾ അതിൻ്റെ പേര് വേറെയാണ്, ആ ടേബിളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അത് വ്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഡ് ഓഫ് ട്രിഗറിൻ്റെ യൂസ് ചെയ്താണ് വ്യൂ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അതായത് വ്യൂ ഒരു യൂസറിൽ നിന്നും യൂസറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് വ്യൂ ടേബിളാണ് ഒറിജിനൽ ടേബിൾ. അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും ക്വറി എഴുതുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡേറ്റാബേസ് മനസ്സിലാവും, ഈ ട്രിഗർ ഉള്ളതുകൊണ്ട് മനസ്സിലാവും ഈ ക്വറി അല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഒറിജിനൽ ടേബിളിൻ്റെ പേര് വേറെയാണ്. അപ്പോൾ വേറൊരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ട്രിഗറിനകത്ത് ആ പുതിയ ക്വറി പറയുന്നുണ്ടാവും വേറെ ഏത് ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ. അങ്ങനെ 3 ടൈമിങ്ങിൻ്റെ ബേസിൽ നമുക്ക് 3 ട്രിഗറായിട്ട് പറയാം. അതുപോലെ ബേസ്ഡ് ഓൺ ലെവൽ വി ക്ലാസിഫൈ ട്രിഗേഴ്സ് ഇൻറ്റു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ് ആൻഡ് റോ ലെവൽ ട്രിഗേഴ്സ്. എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ വന്നു, സംതിങ് നമുക്ക് ഒരു ഇപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ നെയിമുണ്ട്, എല്ലാ നെയിംസും ക്യാപിറ്റൽ ലെറ്റേഴ്സായിട്ട്, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഒരു ക്വറി ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ എല്ലാ കോളത്തിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 1000 എംപ്ലോയീസിൻ്റെയും പേര് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ 1000 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഈ 1000 എംപ്ലോയീസിന് ചെയ്യുമ്പോൾ 1000 ട്യൂപ്പിൾസ് ആണ്, 1000 റോസ് ആണ് അപ്ഡേറ്റ് ആവുന്നത്. ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒറ്റ തവണ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ. റോ ലെവൽ ട്രിഗർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100 ടേബിൾസ് റോസ് ഉണ്ട്, അല്ലെങ്കിൽ 1000 റോസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റോസിനെ അത് ആ ഒരു ക്വറി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഓരോ റോയ്ക്ക് വേണ്ടിയും, അതായത് ഓരോ ട്യൂപ്പിൾസിന് വേണ്ടിയും സെപ്പറേറ്റ്ലി ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് റോ ലെവൽ ട്രിഗർ. അപ്പോൾ നമ്മൾ എഴുതുന്ന ട്രിഗർ ഒരു റോ ലെവൽ ട്രിഗർ ആണോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ ആണോ എന്നുള്ളത് നമ്മൾ ആ ട്രിഗറിൻ്റെ സിൻടാക്സിനകത്ത് സ്പെസിഫൈ ചെയ്യും. അതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഈവൻറ്റ്. ഈ ഈവൻ്റ് എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ഈ ഇൻസേർട്ട് ക്വറി വരുന്നു, ഡിലീറ്റ് ക്വറി വരുന്നു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അത് ബേസ് ചെയ്ത് നമുക്ക് ട്രിഗേഴ്സ് പറയാം. അത് പറയുന്നത് ഫസ്റ്റ് വൺ DDL ട്രിഗർ. DDL ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, ക്രിയേറ്റ് ടേബിൾ, ക്രിയേറ്റ് വ്യൂ, ഓൾട്ടർ ടേബിൾ, ഡ്രോപ്പ് വ്യൂ, ഓൾട്ടർ ടേബിളിനകത്ത് വരുന്ന ആഡ്, ഡിലീറ്റ്, അങ്ങനെയുള്ള DDL ടൈപ്പ് ഓഫ് ക്വറീസാണ് വരുന്നതെങ്കിൽ അത് എഴുതുന്നതിന് ഒരു പ്രത്യേക രീതിയാണ്. അങ്ങനെയുള്ള ട്രിഗേഴ്സ് DDL ട്രിഗേഴ്സാണ്.
ഇനി അതല്ല ഇൻസേർട്ട് ഓപ്പറേഷൻ അല്ല ഇൻസേർട്ട് ക്വറി, അപ്ഡേറ്റ് ക്വറി, ഡിലീറ്റ് ക്വറി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് DML ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ്, DML ക്വറീസ് ആണ്. അതല്ല ഇപ്പോൾ സെലക്ട് ക്വറി എന്ന് പറഞ്ഞാലും DML ആണ്. അതുപോലെ നമ്മളുടെ ബേസിക്കലി നമ്മൾ ട്രിഗേഴ്സ് എഴുതുന്ന ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് പോലുള്ള കാര്യം DML ഓപ്പറേഷൻസിനാണ്. ഇതിനകത്ത് അങ്ങനെയുള്ള ട്രിഗേഴ്സാണ് DML ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ DML ട്രിഗേഴ്സിൽ ബിഫോർ ടൈപ്പ് ഓഫ് ട്രിഗർ വരാം, ആഫ്റ്റർ ടൈപ്പ് ഓഫ് ട്രിഗർ വരാം, ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗേഴ്സും വരാം. പക്ഷേ DDL എന്ന് പറയുന്നത് ഓൺലി ആഫ്റ്റർ ട്രിഗേഴ്സേ വരത്തുള്ളൂ. ആ DDL ഓപ്പറേഷന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ട്രിഗേഴ്സ് മാത്രമേ DDLനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ, DDL ക്വറീസിന് എഴുതാൻ പറ്റത്തുള്ളൂ. DML ടൈപ്പ് ഓഫിന് ഏത് വേണോ അത് ബിഫോർ ട്രിഗേഴ്സ് എഴുതാം, ആഫ്റ്റർ ട്രിഗേഴ്സും എഴുതാം, ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗേഴ്സും എഴുതാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ട്രിഗർ. ഡേറ്റാബേസ് ട്രിഗർ എന്ന് പറയുന്നത് നമ്മളുടെ അതർ ഓപ്പറേഷൻസ്, അതായത് നമ്മളിപ്പോൾ ഒരു സെർവറിൽ എന്തെങ്കിലും എറർ ഉണ്ട്, ഡേറ്റാബേസ് സെർവറുണ്ട്, ആ സെർവർ ഇപ്പോൾ ഒറാക്കിളാണ് അല്ലെങ്കിൽ MySQL ആണ്, അതിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന എറർ വരുന്ന സമയത്ത് ഇന്ന ട്രിഗർ വർക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ലോഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആയിരിക്കാം. അതുപോലെ ഒരു യൂസർ ഒരു ഡേറ്റാബേസിനകത്തോട്ട് ലോഗിൻ ചെയ്തു, അതൊരു ലോഗ് ഔട്ട് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ഏത് ടൈമിലാണ് ലോഗിൻ ചെയ്തത്, ഏത് സിസ്റ്റത്തിൽ നിന്നാണ്, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ IP, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ലോഗ് ചെയ്യുന്നുണ്ടാവാം, സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം. ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്തും എപ്പോൾ ലോഗ് ഔട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ യൂസർ സെഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ട്രിഗേഴ്സിനകത്താണ് വരുന്നത്. സിമിലർലി നമ്മളിപ്പോൾ ഒരു ഡേറ്റാബേസ് സെർവറുണ്ട്, സെർവറിൽ എന്തെങ്കിലും റീസ്റ്റാർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് എപ്പോഴാണ് ആ സ്റ്റാർട്ടപ്പ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ കൊടുത്തു, അപ്പോൾ എപ്പോഴാണ് ഷട്ട് ഡൗൺ കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പ്രോഗ്രാമായിട്ട് എഴുതാം. അപ്പോൾ ഇതുപോലുള്ള സെർവർ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള ട്രിഗേഴ്സാണ് ഡേറ്റാബേസ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് മെയിൻലി DML ട്രിഗേഴ്സ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് പോലുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള ട്രിഗേഴ്സ് എങ്ങനെ എഴുതും, ആ കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ കൂടുതലായിട്ടുള്ള ഈ ബാക്കി DDL ട്രിഗേഴ്സും ഡേറ്റാബേസ് ട്രിഗേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണ്ട. നമുക്ക് പഠിക്കാനുള്ളത് DML ട്രിഗേഴ്സ് മാത്രമാണ്. വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ട്രിഗർ? അതായത് നേരത്തെ ഞാൻ എക്സാമ്പിൾ ഓരോന്നും പറഞ്ഞ സമയത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ട്രിഗേഴ്സിൻ്റെ ബെനിഫിറ്റാണ്. ഒന്ന്, ഒരു ഫസ്റ്റ് വൺ, ജനറേറ്റിംഗ് സം ഡിറൈവ്ഡ് കോളം വാല്യൂസ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഡയഗ്രാംസ് ഒക്കെ പഠിച്ച സമയത്ത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും, ഏജ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ഏജ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടായിട്ടും എടുക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഏജ് ഡിറൈവ് ചെയ്തെടുക്കുന്നു. സോ ഏജ് ഈസ് കോൾഡ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഒരു യൂസർ ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ യൂസറിൽ നിന്ന് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എൻ്റർ ചെയ്യുമ്പോൾ ഡേറ്റാബേസിനകത്ത് ഏജും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യണം. ആര് കാൽക്കുലേറ്റ് ചെയ്യും? ഡേറ്റാബേസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ പ്രോഗ്രാം എവിടെ ഉണ്ടാവും? ആ പ്രോഗ്രാമാണ് ട്രിഗേഴ്സിനകത്തുള്ളത്. അപ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകും. അതിൽ നിന്നും ഏജ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ. ഇപ്പോൾ ബിഫോർ ട്രിഗർ ആയിട്ടോ ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗർ ആയിട്ടോ നമുക്കത് എഴുതാം. ഓക്കെ. അതുപോലെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എൻഫോഴ്സ് ചെയ്യാൻ, അതായത് അതിൻ്റെ ചെക്കിംഗ് ഒക്കെ നടത്താൻ വേണ്ടി ട്രിഗേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈവൻറ്റ് ലോഗിങ്, ഇൻസേർട്ട് ഓപ്പറേഷൻ ഏത് യൂസറാണ് ചെയ്തത്, ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാർക്സ് ഉണ്ട്, ആ മാർക്സ് ആര് അപ്ഡേറ്റ് ചെയ്താലും, ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റാഫാണ് അപ്ഡേറ്റ് ചെയ്തത്, ടീച്ചറാണ് അപ്ഡേറ്റ് ചെയ്തത്, HOD ആണ് അപ്ഡേറ്റ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് യൂസറാണ് ആ അപ്ഡേഷൻ ഓപ്പറേഷൻ നടത്തിയത്, ആ ലോഗിങ് നടത്താൻ, ആ ഈവൻറ്റ് ലോഗിങ്, ഈ ഒരു ഓപ്പറേഷൻ അപ്ഡേറ്റ് ഓപ്പറേഷൻ നടത്തി ഈ യൂസർ നടത്തി ഇത്ര മണിക്ക് ഇത്ര ടൈമിൽ നടത്തി, ഇങ്ങനെയുള്ള ലോഗിങ് ഓപ്പറേഷൻസ്, ആ ഓരോ ഈവൻറ്റും ലോഗ് ചെയ്യാനായിട്ട് നമ്മളുടെ അതിനകത്ത് ഏതെങ്കിലും ഒരു ടേബിളിനകത്ത് വീണ്ടും സ്റ്റോർ ചെയ്ത് പോകുന്നുണ്ടാവും. ഇന്ന അപ്ഡേഷൻസ് ഇന്ന സമയങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വാല്യൂ 13 ഉണ്ടായിരുന്ന ഒരു മാർക്ക് അതിനെ 50 ആക്കി മാറ്റിയിരിക്കുന്നു, ഈ 50യെ 45 ആക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആരെങ്കിലും ചേഞ്ചിങ് വരുത്തുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ആ ചേഞ്ച് ചെയ്തത്, എങ്ങനെയൊക്കെയാണ്, ആദ്യത്തെ മാർക്ക് എന്തായിരുന്നു, രണ്ടാമത്തെ മാർക്ക് എന്തായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ലോഗിങ് ട്രിഗേഴ്സൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ. മിക്കവാറും ഡേറ്റാബേസുകളിലെല്ലാം ഈ അപ്ഡേഷൻ വരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ട്രിഗേഴ്സ് ഉണ്ടാകും.
അതുപോലെ റെപ്ലിക്കേറ്റഡ് ടേബിൾസ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഒരു ഡേറ്റാബേസ്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡേറ്റ എല്ലാം ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്വറി എഴുതുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഡേറ്റാബേസിനകത്ത് തന്നെ ചിലപ്പോൾ ഡേറ്റാബേസോ അല്ലെങ്കിൽ ഈ ടേബിളോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകാം. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളും ഉണ്ടാകും, ചിലപ്പോൾ സ്റ്റുഡൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേബിളും ഉണ്ടാവും. അപ്പം നമ്മളുടെ ഒറിജിനൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ളതിനകത്തായിരിക്കും. അതിൻ്റെ ഒരു കോപ്പി വേറൊരു ടേബിളിലും കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ആ ടേബിളിലും കൂടെ ഈ ഇൻസേർട്ട് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ ഒരു ക്വറിയും കൂടെ ഞാൻ എക്സ്ട്രാ എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആഫ്റ്റർ ട്രിഗറായിട്ട് മറ്റേതിനകത്തോടൊരു ഇൻസേർട്ട് ഓപ്പറേഷൻ വന്നാൽ ഒരു ആഫ്റ്റർ ട്രിഗറായിട്ട് എനിക്ക് ഈ ടേബിളിലും കൂടെ ആ സെയിം വാല്യൂ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ട്രിഗർ എഴുതാം. ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെക്യൂരിറ്റി ഓതറൈസേഷൻ, ആരാണ് ഏത് യൂസറാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന പ്രിവിലേജസ് ഉള്ള യൂസർ അല്ല എങ്കിൽ ആ ഓപ്പറേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കി, നോ ഇറ്റ് കനോട്ട് ബി പോസിബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുക. അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇന്ന ടൈമിനുള്ളിൽ ഒരു 9 to 5 വരെയുള്ള ടൈമിൽ മാത്രമേ ഡേറ്റ അപ്ഡേഷൻസ് അലൗഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ടൈം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് സമയത്താണ് ആ ക്വറി വരുന്നത്, അതല്ലാത്തൊരു ടൈമിൽ ആ ക്വറി വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ആ ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ ആക്ച്വലി ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ബിഫോറോ അങ്ങനെ ഏതെങ്കിലും എഴുതി കഴിഞ്ഞാൽ, ആഫ്റ്റർ എഴുതിയാലും എന്ത് എഴുതിയാലും നമ്മളിപ്പോൾ എററാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത ഓപ്പറേഷൻ സ്റ്റോപ്പ് ആവും, അത് വർക്ക് ചെയ്യത്തില്ല. അതിപ്പോൾ ഏതായാലും ബിഫോർ ആയാലും ആഫ്റ്റർ ആയാലും ഇൻസ്റ്റെഡ് ഓഫ് ആയാലും ഏതായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ, എററായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല എന്നതാണ്. അതുപോലുള്ള സെക്യൂരിറ്റി ഓതറൈസേഷൻ പർപ്പസുകൾക്കും ട്രിഗേഴ്സ് യൂസ് ചെയ്യാം. ഇൻവാലിഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ, ഈ കറക്റ്റായിട്ടുള്ള യൂസർ അല്ല, കറക്റ്റായിട്ടുള്ള വാല്യൂസ് അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ഡേറ്റാബേസിനകത്തും ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷനകത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കുറച്ചുകൂടെ സെക്യൂരിറ്റി വരുത്താനായിട്ട്, ആ വരുന്ന ഡേറ്റയിൽ ഇൻഫോർമേഷൻ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് ട്രിഗേഴ്സിനകത്ത് എഴുതാം. ഇതൊക്കെയാണ് നമുക്ക് ട്രിഗേഴ്സ് കൊണ്ടുള്ള യൂസ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് ഒരിക്കൽ കേട്ട് നോക്കിയാൽ മതി. സോ വി ക്യാൻ മൂവ് ടു ദ സിൻടാക്സ് ഓഫ് റൈറ്റിംഗ് എ ട്രിഗർ. സോ സിൻടാക്സ് പറയുമ്പോൾ ഫസ്റ്റ് വൺ, ബിഫോർ ഈ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളും ഒരു ട്രിഗർ എഴുതുമ്പം വേണം എന്നല്ല. ഇതിൽ പലതും ഓപ്ഷണലാണ്. വളരെ ചെറിയ കുറച്ച് ലൈൻസ് മാത്രമേ ട്രിഗേഴ്സ് എഴുതുമ്പോൾ വരത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ സിൻടാക്സിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓപ്ഷണൽ. സോ ഫസ്റ്റ് വൺ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് ലൈൻ, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ നെയിം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം എന്ന് പറയുന്നത് പോലെ ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ. അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഒരു ട്രിഗർ എഴുതും. മൈ ട്രിഗർ എന്ന് പറഞ്ഞൊരു ഞാനൊരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ എന്ന് നമുക്ക് എഴുതാം. അതിലൊരു ഓർ റീപ്ലേസ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി മൈ ട്രിഗർ എന്ന് പറഞ്ഞൊരു ട്രിഗർ ഉണ്ട്, അതിനകത്ത് സംതിങ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരു കോഡാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റീപ്ലേസ് ട്രിഗർ മൈ ട്രിഗർ എന്ന് കൊടുത്താൽ മതി. അതായത് നമുക്കറിയാം ഓൾറെഡി മൈ ട്രിഗർ എന്നുള്ള പേരിൽ ഒരു ട്രിഗർ അവിടെ ഉണ്ട്, അതിനെയാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. അതിപ്പോൾ ഓൾറെഡി ഉള്ളതിനെ മാറ്റി പുതിയൊരു കോഡ് വരുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ റീപ്ലേസ് എന്നുള്ളത് കൊടുക്കാം, റീപ്ലേസ് ട്രിഗർ മൈ ട്രിഗർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അറിയത്തില്ല അതേ പേരിൽ അവിടെ ഉണ്ടോ എന്ന്. നമുക്ക് വേണ്ടത് ഈ പേരിൽ ഈ പുതിയ ട്രിഗറാണ് വേണ്ടത്. പഴയത് ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ മൈ ട്രിഗർ എന്ന് കൊടുക്കാം. അതായത് നമുക്ക് ഓൾറെഡി അതേ പേരിൽ ഒരേ ട്രിഗർ ഉണ്ടോ, ഡേറ്റാബേസ് ഓൾറെഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇല്ല എങ്കിൽ പുതുതായിട്ട് ഈ ഒരു പേരിൽ ഈ ഒരു കോഡ് പുതിയ ട്രിഗറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഈ ഒരു കോഡ് റീപ്ലേസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മീനിങ്. യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഈ തേർഡ് ഓപ്ഷനാണ്. അതായത് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ മൈ ട്രിഗർ എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും എഴുതാറ്. സോ ദ ഫസ്റ്റ് ലൈൻ റിമെയിൻസ് ദ സെയിം,
create or replace trigger name. Okay. Second line, before, after, instead of. ഏത് ടൈപ്പ് ഓഫ് ട്രിഗറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ കൊടുക്കുക. നമുക്ക് ബിഫോർ ട്രിഗർ വേണോ, ആഫ്റ്റർ ട്രിഗർ വേണോ, ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗർ വേണോ, എന്ത് ടൈപ്പ് ഓഫ് ട്രിഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ടൈപ്പ് ഓഫ്, നമ്മൾ 3 ടൈപ്പ് ഓഫ് ട്രിഗർ ഉണ്ട്, അതിൽ ഏത് വേണോ ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ വേർഡ് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ബിഫോർ എന്നാണോ അതോ ആഫ്റ്റർ എന്നാണോ ഇൻസ്റ്റെഡ് ഓഫ് എന്നാണോ, ഏത് ടൈപ്പ് ഓഫ് ട്രിഗറാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ കൊടുക്കാനുള്ളത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഏത് ഓപ്പറേഷന് വേണ്ടിയാണ്, ഏത് ഈവൻറ്റിന് വേണ്ടിയാണ് ഞാൻ ആ ഓപ്പറേഷൻ എഴുതുന്നത്. ഓക്കെ, ഏത് ഈവൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഈവൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ DML ട്രിഗേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസേ ഉള്ളൂ. ഇൻസേർട്ട് ഓപ്പറേഷൻ വരാം, അപ്ഡേറ്റ് ഓപ്പറേഷൻ വരാം, ഡിലീറ്റ് ഓപ്പറേഷൻ വരാം. ഇത് ഏത് ഓപ്പറേഷന് വേണ്ടിയാണ് ഈ ട്രിഗർ എഴുതുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷന് വേണ്ടിയാണെങ്കിൽ ബിഫോർ ഇൻസേർട്ട്, അപ്ഡേറ്റ് ഓപ്പറേഷന് വേണ്ടിയാണെങ്കിൽ ബിഫോർ അപ്ഡേറ്റ്, അതുപോലെ ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഇൻസ്റ്റെഡ് ആണോ ഏത് വേണോ കൊടുക്കാം. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഏത് വേണോ കൊടുക്കാം. അപ്പോൾ ഈ 3ൻ്റെ ഏത് കോമ്പിനേഷൻ വേണോ നമുക്ക് കൊടുക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്, നമ്മൾ എന്താണ് ട്രിഗർ എഴുതാൻ പോകുന്നത് അതിനനുസരിച്ചാണ് അത് വരുന്നത്. നെക്സ്റ്റ് ലൈൻ, ഓഫ് കോളം നെയിം. അത് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് അപ്ഡേറ്റ് വരുമ്പോഴാണ്. നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു ട്യൂപ്പിളിനകത്തുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്യൂപ്പിൾ ഉണ്ടാവും, ഒരു വെയർ കണ്ടീഷൻ ഉണ്ടാവും, സെറ്റ് സം ആട്രിബ്യൂട്ട് വാല്യൂ ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അപ്ഡേറ്റ് ക്വറി. അപ്പോൾ അതിനകത്ത് ഒരു ആട്രിബ്യൂട്ടിൻ്റെ, ഒരു കോളത്തിൻ്റെ വാല്യൂ ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമ്മളിപ്പം ബിഫോർ അപ്ഡേറ്റ് എന്നാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ടേബിളിൽ എന്നുള്ളതിനേക്കാളും ആ ടേബിളിലെ ഏത് കോളത്തിന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ട്രിഗർ വരണം എന്ന് വരെ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അത് ഓപ്ഷനിലാണ്. അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നേ ഉള്ളൂ. ഇപ്പോൾ ആ ടേബിളിനകത്തുള്ള ഏത് കോളത്തിന് അപ്ഡേറ്റ് ചെയ്താലും ഈ ട്രിഗർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓഫ് ഏത് കോളം എന്നുള്ളത് കൊടുക്കണ്ട. ഇപ്പോൾ എക്സാമ്പിളിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഓൺ എംപ്ലോയി എന്ന് പറഞ്ഞാൽ അത് 4ാമത്തെ ലൈനാണ്. അതായത് ഓൺ ടേബിൾ നെയിം, അതായത് ആദ്യം ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഇൻസ്റ്റെഡ് ഓഫ് ആണോ അത് കൊടുക്കുക. നെക്സ്റ്റ് ഇൻസേർട്ട് ഓപ്പറേഷൻ ആണോ അപ്ഡേറ്റ് ഓപ്പറേഷൻ ആണോ ഡിലീറ്റ് ഓപ്പറേഷൻ ആണോ അത് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കോളത്തിന് വേണ്ടി കൊടുക്കണോ, അങ്ങനെ പർട്ടിക്കുലർ കോളത്തിന് വേണ്ടി ഇല്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നത് ഓൺ ഏത് ടേബിളിൽ അല്ലെങ്കിൽ ഏത് വ്യൂവിൽ, ആ വ്യൂ നെയിമോ അല്ലെങ്കിൽ ആ ടേബിൾ നെയിമോ ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രിഗർ, മൈ ട്രിഗർ എന്ന് പറയുന്ന ട്രിഗർ ഇൻസേർട്ട് എംപ്ലോയി എന്നുള്ള ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബിഫോർ ട്രിഗറായിട്ട് വർക്ക് ചെയ്യണം. അതാണ് ഈ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ബിഫോർ ഇൻസേർട്ട് ഓൺ എംപ്ലോയി. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്നുള്ള ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷൻ വരുമ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ട്രിഗറിൽ പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യണം. മൈ ട്രിഗർ എന്ന് പറയുന്ന ഒരു ട്രിഗർ ഫയർ ചെയ്ത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യണം. അതാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. അതുപോലെ നമുക്ക് എന്ത് വേണോ കൊടുക്കാം. ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഇൻസ്റ്റെഡ് ഓഫ് ആണോ എന്ന് കൊടുക്കാം. ഇൻസേർട്ട് ആണോ അപ്ഡേറ്റ് ആണോ ഡിലീറ്റ് ആണോ എന്ന് കൊടുക്കാം. അപ്ഡേറ്റ് ആണ് എങ്കിൽ ഏത് കോളത്തിൻ്റെതാണെന്ന് കൊടുക്കാം. അങ്ങനെ ഇന്ന കോളം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട എങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഏത് ടേബിളാണെന്ന് മാത്രം കൊടുക്കാം. ഇപ്പോൾ ഇൻസേർട്ടോ അപ്ഡേറ്റോ ആണ് ഏതാണെങ്കിലും ഏത് ടേബിളാണെന്നുള്ളത് മസ്റ്റാണ്. ഓൺ ഏത് ടേബിൾ നെയിം എന്നുള്ളത്, ഓൺ ടേബിൾ നെയിം എന്നുള്ള ആ ഒരു പാർട്ട് മസ്റ്റാണ്. ഏത് ടേബിളിലത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ട്രിഗർ എഴുതുന്നത് എന്നുള്ളത് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. അതില്ലാതെ നമുക്ക് ട്രിഗർ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇത് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആഫ്റ്റർ ഇൻസേർട്ട് എന്നുള്ളത് എഴുതിയിരിക്കുന്നു. ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ ഇൻസേർട്ട് ഓൺ എംപ്ലോയി. ഇതിപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇൻസേർട്ട് ഓൺ എംപ്ലോയി. ഇങ്ങനെ മാറി മാറി വരാം. ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് എഴുതുക. നമുക്കിപ്പോൾ ഇന്നത് എന്നുള്ളത് ഇനി മുന്നേ ചെയ്യണം, അതിന് ശേഷം ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ചെയ്യണം, അങ്ങനെയൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ നമുക്ക് ബിഫോറോ ആഫ്റ്ററോ ഏതെങ്കിലും എടുത്താൽ മതി. ആ ക്വസ്റ്റ്യനിൽ പറയുന്നതിൻ്റെ കാര്യത്തിനനുസരിച്ച് ഏതെങ്കിലും എടുത്താൽ മതി. ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനുകളിലും ഇതിൽ ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. 3 ഒരേപോലെ തന്നെ വർക്ക് ചെയ്യും.
നമ്മൾ മിക്കവാറും എഴുതുന്ന ട്രിഗറുകളൊന്നും അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വരാറില്ല. ഏതെഴുതിയാലും കറക്റ്റ് തന്നെയാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുന്നത്. ചിലപ്പം മാത്രം അത് നടത്തരുത്, പകരം ഇത് ചെയ്യണം എന്നുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം ഇൻസ്റ്റെഡ് ഓഫ് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ബിഫോറോ ആഫ്റ്ററോ അങ്ങ് എഴുതുക. രണ്ടായാലും സെയിം ആണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇതിലിപ്പോൾ നേരത്തെ ഞാൻ ഇൻസേർട്ട് പറഞ്ഞു, ഇതിന് പകരം അപ്ഡേറ്റ് എനിക്ക് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ ഏതെഴുതിയാലും ഒരുപോലെ തന്നെയാണ്. അതായത് ഏത് ഓപ്പറേഷന് വേണ്ടിയാണോ നമ്മൾ എഴുതുന്നത് അത് എഴുതുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സിലൊന്നും അപ്ഡേറ്റ് ആയാലും ഇൻസേർട്ട് ആയാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്ഡേറ്റ് വരുമ്പോൾ ഒരേ ഒരു വ്യത്യാസം ഓഫ് കോളം എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഡിലീറ്റും സെയിം, സിൻടാക്സ് എല്ലാം സെയിം തന്നെ. ആ ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്, നമ്മുടെ ഓപ്ഷൻസ് ആണെന്നേ ഉള്ളൂ. ഇൻസേർട്ട് ആണോ അപ്ഡേറ്റ് ആണോ ഡിലീറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണോ അങ്ങനെ. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓൺ എംപ്ലോയി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതായത് എംപ്ലോയി എന്നുള്ള ടേബിളിൽ ഒരു ഇൻസേർട്ട് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷനോ വന്നു കഴിഞ്ഞാലും മൈ ട്രിഗർ എന്ന് പറയുന്ന എൻ്റെ ട്രിഗർ ഫയർ ആവണം. അതായത് ഇൻസേർട്ട് ഓപ്പറേഷൻ വന്നാലും അപ്ഡേറ്റ് ഓപ്പറേഷൻ വന്നാലും വർക്ക് ചെയ്യേണ്ടത് ഈ ട്രിഗർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ഓറിട്ട് എഴുതിയാൽ മതി. അതുപോലെ ഡിലീറ്റ് ഓപ്പറേഷൻ വന്നാലും ഇത് തന്നെയാണ് എന്നാണെങ്കിൽ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ, നമുക്ക് അതിൽ പറയുന്നത് 3 ഓപ്പറേഷനുണ്ട്. അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസും വേണ്ടിയും ഒരേ ട്രിഗർ തന്നെയാണെങ്കിൽ ഓറിട്ട് എഴുതിയാൽ മതി എന്നർത്ഥം. ഇപ്പോൾ 3 എണ്ണം വരുന്നു. ഇപ്പോൾ ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് ഓൺ എംപ്ലോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ഇപ്പോൾ 3നും വേണ്ടിയാണ് ട്രിഗർ എഴുതാൻ പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 എണ്ണത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പോൾ ഇൻസേർട്ട് ഓർ ഡിലീറ്റ് എന്നുള്ളത് ഇൻസേർട്ടിനും ഡിലീറ്റിനും വേണ്ടിയാണ് ട്രിഗർ വേണ്ടത് എങ്കിൽ അങ്ങനെ ഏതാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് അതിനനുസരിച്ച്. പിന്നെ ഉള്ളത് ഈ ഓഫ് എന്ന് പറയുന്ന കാര്യം, അത് അപ്ഡേറ്റിൻ്റെ കൂടെ എനിക്ക് പറയാം. അത് പറയുന്നത് ഏത് ടേബിളിലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസേർട്ട് ഓപ്പറേഷൻ വന്നാൽ ഈ ട്രിഗർ ഫയർ ആവത്തില്ല, ഡിലീറ്റ് ഓപ്പറേഷൻ വന്നാൽ ഫയർ ആവത്തില്ല, അപ്ഡേറ്റ് ഓപ്പറേഷൻ വന്നാലും എംപ്ലോയി നെയിമിൽ അല്ല അപ്ഡേഷൻ വരുന്നതെങ്കിൽ ഈ ട്രിഗർ ഫയർ ആവത്തില്ല, വർക്ക് ചെയ്യത്തില്ല. എപ്പോഴാണോ എംപ്ലോയി എന്നുള്ള ടേബിളിൽ എംപ്ലോയി നെയിം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വറി വരുന്നത് ആ സമയത്ത് മാത്രം ഈ ട്രിഗർ വർക്ക് ചെയ്യുക എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. അതായത് ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ അപ്ഡേറ്റ് ഓഫ് എംപ്ലോയി നെയിം ഓൺ എംപ്ലോയി. എംപ്ലോയി എന്നുള്ള ടേബിളിൽ എംപ്ലോയി നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ക്വറി വന്നാൽ ഫയർ ചെയ്യേണ്ട ട്രിഗറാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇത് തന്നെ എനിക്കിപ്പോൾ ഇൻസേർട്ടും അപ്ഡേറ്റുമാണ് ചെയ്യേണ്ടത്. ഇൻസേർട്ടിനും അപ്ഡേറ്റിനും ഡിലീറ്റിനും എല്ലാം ഒരേ ടൈപ്പ് ഓഫ് ക്വറിയാണ്. ബട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയി ഐ ഡിയിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. മറ്റേതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ആഫ്റ്റർ ഇൻസേർട്ട് ഓർ ഡിലീറ്റ് ഓർ അപ്ഡേറ്റ് ഓഫ് എംപ്ലോയി ഐ ഡി ഓൺ എംപ്ലോയി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മീനിങ് ഇൻസേർട്ട് ഓപ്പറേഷൻ വന്നാൽ ഈ ട്രിഗർ ഫയർ ആവണം, ഡിലീറ്റ് ഓപ്പറേഷൻ വന്നാൽ ഈ ട്രിഗർ ഫയർ ആവണം, എംപ്ലോയി ഐ ഡി അപ്ഡേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ് ഓപ്പറേഷൻ വന്നാലും ഈ ട്രിഗർ ഫയർ ആവണം. ഓക്കെ, ഈ പല രീതിയിൽ ഇങ്ങനെയുള്ള ഓരോ രീതിയിലും നമുക്ക് ഈ ട്രിഗർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഏത് സമയത്ത് ഈ ട്രിഗർ വർക്ക് ചെയ്യണം, എങ്ങനെയുള്ള ട്രിഗറായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ലൈൻ റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ന്യൂ ആസ് എൻ. ഇത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു അപ്ഡേറ്റ് ട്രിഗറാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്ഡേറ്റിന് മാത്രമല്ല ഇൻസേർട്ടിനും ഡിലീറ്റിനും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആണെന്ന് കരുതുക. അപ്ഡേറ്റ് ആണെങ്കിൽ ഓൾറെഡി അതിനകത്ത് ഒരു ട്യൂപ്പിളുണ്ട്. ഓക്കെ, അതായത് ടേബിളിനകത്ത് ഒരു റോ ഉണ്ട്, ഒരു റോ ഓഫ് വാല്യൂ ഉണ്ട്. ആ റോയെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതൊരു റോ ലെവൽ ട്രിഗറായി മാറും. അതായത് ഓരോ റോയ്ക്ക് വേണ്ടിയും ആ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റോയിലും ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത് മീനിങ് ആയി ഇവിടെ. അതായത് പറയുന്നത് ഒരു റോ ഓൾറെഡി അതിനകത്തുണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയൊരു റോ ആക്കി. അപ്പോൾ ഇത് നടത്തുമ്പോൾ
ഓൾറെഡി പഴയ റോയെ നമ്മൾ ഒ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു 10 ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവും ആ ഒബ്ജക്റ്റിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓൾഡ് റോ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള ആ റോ എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ റോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തുള്ളത്. സിമിലർലി ഒബ്ജക്റ്റ് എല്ലാം ഒരു റെക്കോർഡായിട്ടാണ് വരുന്നത്. റെക്കോർഡ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ, നമ്മൾ സി ലാംഗ്വേജിലൊക്കെ പഠിച്ച സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം അതുപോലത്തെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കും. അതാണ് ഈ ഒ എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല. പഴയ റോ, പഴയ വാല്യൂസ് ഉള്ള ഒരു റോ ഒ, പുതിയ വാല്യൂ ഉള്ള അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ഉള്ള റോയാണ് എൻ. അതാണ് അതിൻ്റെ മീനിങ്. നമുക്കിപ്പോൾ പഴയ വാല്യൂവിനെയും പുതിയ വാല്യൂവിനെയും കമ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ പഴയ വാല്യൂ സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനും, അല്ലെങ്കിൽ പുതിയതിനെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനും, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഈ ഒയും എന്നും വേരിയബിൾ യൂസ് ചെയ്ത് എനിക്ക് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ട്രിഗറിനകത്ത് ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് പഴയ റോയിലുണ്ടായിരുന്ന വാല്യൂ ആവശ്യമുണ്ട്, പുതിയ റോയിലുള്ള വാല്യൂസും ആവശ്യമുണ്ട്. ആ വാല്യൂസിനെ വച്ച് നമ്മൾ മറ്റെന്തെങ്കിലും കമ്പാരിസണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയോ എന്തിനെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് പഴയ റോയെ നമ്മൾ ഒ എന്നുള്ളൊരു വേരിയബിളിലോട്ടും പുതിയ റോയെ ഒരു എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ടും റെഫർ ചെയ്യുന്നു. ഇപ്പം നമ്മളിൽ ആ 2 വേരിയബിളിലും ആ 2 റോയിലെയും വാല്യൂസ് എല്ലാം ഉണ്ട്. ഇനി പറയുന്നത് ഇപ്പോൾ അപ്ഡേറ്റ് ഓഫ് സാലറി ഓൺ എംപ്ലോയി റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ന്യൂ ആസ് എൻ. ഇങ്ങനെ പറഞ്ഞാലും ഈ ഒയും എന്നും എന്ന് പറയുന്നത് ആ സാലറി മാത്രമല്ല, ആ സാലറി എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് മാത്രമല്ല ഈ ഒയ്ക്കകത്തും എന്നിനകത്തും വരുന്നത്. ആ കംപ്ലീറ്റ് ട്യൂപ്പിളാണ്. ആ കംപ്ലീറ്റ് റോയും എനിക്ക് ഒ എന്നുള്ളതിനകത്തും എൻ എന്നുള്ളതിനകത്തും കിട്ടും. പഴയ വാല്യൂസ് എല്ലാം ഒയ്ക്കകത്തും പുതിയ വാല്യൂസ് എല്ലാം എന്നിനകത്തും. ഈ സാലറിയുടെ വാല്യൂ മാത്രമല്ല, അപ്ഡേറ്റ് ചെയ്യുന്ന സാലറിയുടെ വാല്യൂ മാത്രമല്ല. ഇപ്പോൾ ഈ ട്രിഗർ എഴുതിയിരിക്കുന്നത് സാലറിക്ക് വേണ്ടി മാത്രമാണ്. സാലറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം, എംപ്ലോയിയുടെ സാലറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം ട്രിഗർ ഫയർ ചെയ്യുക എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ആൻഡ് ന്യൂ ആസ് എൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റോയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ ഇതുവരെ? അപ്പോൾ ഓക്കെ അല്ല എങ്കിൽ ഒരിക്കൽ കൂടെ കേട്ട് നോക്കുക, എന്നിട്ട് ബാക്കിയും കൂടെ. ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ പഴയ സാലറിയും പുതിയ സാലറിയും. ഇപ്പോൾ ഒരു സാലറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയ സാലറി ഒരിക്കലും പഴയ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ, ഇപ്പോൾ എൻ്റെ സാലറി 10,000 ആയിരുന്നു, ഞാൻ എന്നെ 5,000 ആക്കി മാറ്റി. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. എപ്പോഴും സാലറി ഇൻക്രീസേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺസ്ട്രെയിൻസ് ഉള്ള എന്തെങ്കിലും ഡേറ്റാബേസ് ആണ് എങ്കിൽ എനിക്ക് ഇതുപോലൊരു ട്രിഗർ എഴുതിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന സാലറിയിൽ നിന്നും ഇൻക്രിമെൻ്റ് ആണോ ചെയ്തത് അതോ ഡിക്രിമെൻ്റ് ആണോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പഴയ സാലറിയും പുതിയ സാലറിയും തമ്മിൽ കമ്പാരിസണൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളത് അതാണിപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഒ ഡോട്ട് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഡോട്ട് സാലറി എന്നൊക്കെ ഉള്ള കമ്പാരിസൺ, ഇഫ് കണ്ടീഷൻ അകത്തൊക്കെ എഴുതുന്ന കാര്യങ്ങളാണ്. അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ന്യൂ ആസ് എൻ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അത് പറയാനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഓക്കെ, ബാക്കി ലൈൻസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്കിത് ഈ ഒയും എന്നും എന്നുള്ള വേരിയബിൾസ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഒയും എന്നും എനിക്ക് യൂസ് ചെയ്യാം. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഓരോ വേരിയബിളിൻ്റെ അതായത് ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർ ഈച്ച് റോ. അതായത് ഒരു റോ ലെവൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഞാൻ ഫോർ ഈച്ച് റോ എന്ന് പറയണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ ആണെങ്കിൽ 1 ടൈം ഫോർ എ ക്വറി അങ്ങനെ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വേണ്ട. എനിക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷനോ അങ്ങനെ ഡിലീറ്റ് ഓപ്പറേഷനോ ചെയ്യുന്നു, അപ്പോൾ ഒന്നിൽ കൂടുതൽ റോസ് അഫക്റ്റ് ചെയ്തു, ഒന്നിൽ കൂടുതൽ റോസ് ഡിലീറ്റ് ആയി, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റോസ് അപ്ഡേറ്റ് ആയി, അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ റോയ്ക്കും എനിക്ക് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അത് റോ ലെവൽ ട്രിഗറായിട്ട് എഴുതണം, വർക്ക് ചെയ്യണം എന്നുള്ളത് പറയാനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഫോർ ഈച്ച് റോ. അതായത് ഈ ഒരു ട്രിഗർ നേരത്തെയുള്ള ഓപ്പറേഷനിൽ ഓരോ അപ്ഡേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഓരോ റോയിലും
ഈ ഒരു ഓപ്പറേഷൻ നടക്കണം, ഈ ട്രിഗറിനകത്ത് പറയുന്ന ഓപ്പറേഷൻ നടക്കണമെന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ട്രിഗർ റോ ലെവൽ ട്രിഗറാണ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അല്ല എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറാണ്. നെക്സ്റ്റ് വൺ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു സാലറി അപ്ഡേറ്റ് ചെയ്തു, പഴയ സാലറിയേക്കാളും പുതിയ സാലറി കൂടിയിരിക്കണം, അങ്ങനെയൊക്കെയുള്ളത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ കാര്യം വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ വെൻ എന്നുള്ള കാര്യം കൊടുക്കുന്നത്. അതായത് ഈ ഒരു ട്രിഗർ ഫയർ ആവും. ഫയർ ആയിട്ട് അതിനകത്ത് പഴയ റോയിലുള്ള സാലറി കൂടുതലും പുതിയ അപ്ഡേറ്റ് ചെയ്ത സാലറി എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ചെയ്താണ് കാണുന്നത്, അതായത് കുറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ട്രിഗറിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഈ വെൻ ഒ ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ എൻ ഡോട്ട് സാലറി എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പോൾ ഈ വെന്നിന് താഴോട്ട് എഴുതുന്നതാണ് ആക്ച്വലി നമ്മുടെ ട്രിഗർ പ്രോഗ്രാം. ആ പ്രോഗ്രാം എപ്പോൾ വർക്ക് ചെയ്യണം, അത് കണ്ടീഷൻ, ഒരു ഇഫ് കണ്ടീഷൻ പോലെ നമ്മൾ ആദ്യം പറയുന്നതാണ് ഈ വെൻ യൂസ് ചെയ്ത്. വെൻ എഴുതിയിരിക്കുന്നത് എപ്പോഴാണ് ഈ ട്രിഗറിനകത്തുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഓരോ റോയിലും ചെക്ക് ചെയ്യുക. ഫോർ ഈച്ച് റോ വെൻ ഒ ഡോട്ട് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഡോട്ട് സാലറി ഡു ദ ഫോളോയിങ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇത് റോ ലെവൽ ട്രിഗേഴ്സിൽ മാത്രമേ ഈ വെൻ എഴുതുള്ളൂ. ഫോർ ഈച്ച് റോ എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ വെൻ വെച്ച് എഴുതേണ്ട കാര്യമുള്ളൂ. ഓക്കെ, റോ ലെവൽ ട്രിഗേഴ്സിൻ്റെ കാര്യത്തിൽ. അല്ല എങ്കിൽ ഈ ഫോർ ഈച്ച് റോ എന്നുള്ളതും വെൻ എന്നുള്ളതും ആ രണ്ട് കാര്യങ്ങളും ഇല്ല, ആ രണ്ട് ലൈനും ഇല്ല. ഈ റെഫറൻസിങ് ഓൾഡ് ആസ് ഓയും ന്യൂ ആസ് എന്നും ആ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. ഈ 3 ലൈൻസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഓൺ എംപ്ലോയി എന്നുള്ള ലൈൻ കഴിഞ്ഞിട്ട് നേരെ ഇതിന് താഴോട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഈ വെന്നിനും താഴോട്ടുള്ള കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും. ഈ 3 ലൈനിൻ്റെ ആവശ്യം വരത്തില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ ആണെങ്കിൽ. നമ്മളിപ്പോൾ പറയുന്നത് റോ ലെവൽ ട്രിഗറാണ്. മിക്കവാറും നമ്മൾ എഴുതേണ്ടി വരുന്നത് റോ ലെവൽ ട്രിഗേഴ്സ് ആയിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മിക്കവാറും DML ട്രിഗേഴ്സ് നമ്മൾ പറയുമ്പോൾ റോ ലെവൽ ട്രിഗർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് റോ ലെവൽ ട്രിഗേഴ്സിൽ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ മീനിങ് ഇപ്പോൾ എന്തായി? മൈ ട്രിഗർ എന്ന് പറഞ്ഞൊരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യുക, അതൊരു ബിഫോർ ട്രിഗറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് വേണ്ടത് എംപ്ലോയി എന്നുള്ള ടേബിളിൽ സാലറി എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആണ് ഇത് ട്രിഗർ ഫയർ ആവേണ്ടത്. അതിൽ ഓൾഡ് റോയെ O ആയിട്ടും ന്യൂ റോയെ N ആയിട്ടും നമ്മൾ എടുത്തിട്ട് ഓരോ റോയിലും അപ്ഡേറ്റ് നടക്കുന്ന ഓരോ റോയിലും ഓൾഡ് സാലറിയേക്കാളും ലെസ്സറാണ് ന്യൂ സാലറി എങ്കിൽ ഡു ദ ഫോളോയിങ്. ഇപ്പം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ഇത്ര വരെ ആയി. ഓക്കെ, ഇനിയാണ് ആ സാലറി എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അടുത്ത ഇനി ട്രിഗറിൻ്റെ പ്രോഗ്രാമായിട്ട് എഴുതാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ റെഡ് കളറിൽ കാണുന്ന ഈ കാര്യം, ഈ ഒരു പാർട്ടാണ് ആക്ച്വലി ഒരു PLSQL ബ്ലോക്ക് എന്ന് പറയുന്നത്. PLSQL ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കാര്യങ്ങളെല്ലാം, അതിനകത്ത് വരുന്ന കൺസ്ട്രക്ട്സ് എല്ലാം വരാം. ലാംഗ്വേജ് പോലെ തന്നെ നമുക്കത് എഴുതാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഇഫ് കണ്ടീഷൻ, ലൂപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഡിക്ലറേഷൻസ് എന്തെങ്കിലും, വേരിയബിൾസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിക്ലെയർ ചെയ്യേണ്ടത് ഡിക്ലെയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അപ്പോൾ ഡിക്ലെയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ ഡിക്ലെയറും വേണ്ട, ആ വേരിയബിൾ സെക്ഷനും വേണ്ട, ബിഗിൻ തൊട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഈ ഓയും എന്നോ എന്നുള്ള വേരിയബിളും നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസും മാത്രമേ അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, വേറെ എക്സ്ട്രാ വേരിയബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിക്ലെയർ എന്നുള്ള സെക്ഷൻ വേണ്ട. അഥവാ നമ്മൾ എക്സ്ട്രാ വേരിയബിൾസ്, ടെമ്പററി വേരിയബിൾസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിക്ലെയർ എന്നുള്ള സെക്ഷൻ എഴുതുക. അതിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ടേബിളിലൊക്കെ വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ വേരിയബിളിൻ്റെ പേര്, അതിൻ്റെ ഡേറ്റ ടൈപ്പ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, നമ്പർ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, നമ്പർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ഇപ്പം ഒരു ന്യൂമറിക് ഡേറ്റ ടൈപ്പ് എക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. ബിഗിൻ തൊട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് കോഡ്. എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ബിഗിൻ തൊട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളായിരിക്കും.
എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ ഉണ്ട് എൻഡിന് മുന്നേ. നമ്മൾ എന്തെങ്കിലും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജാവ എല്ലാം പഠിച്ചിട്ടുണ്ടാവും, അതിനകത്ത് ട്രൈ ക്യാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനും ക്യാച്ച് ചെയ്യാനും നമുക്കതൊന്നും വേണ്ട, കാരണം നമ്മൾ അതിനെക്കുറിച്ചൊന്നും VLSQLൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ എഴുതുമ്പോഴും എക്സെപ്ഷൻ എന്നുള്ള സെക്ഷനും ഇല്ല. മിക്കവാറും എഴുതുമ്പോഴും ഡിക്ലെയർ എന്നുള്ള സെക്ഷനും കാണത്തില്ല. ബിഗിനും എൻഡും മാത്രം കോഡ്സ് മാത്രം എഴുതിയാൽ മതി. അതിനകത്ത് എന്തെങ്കിലും വേറെ എക്സ്ട്രാ ക്വറി ചെയ്യാനായിട്ടുള്ളതായിരിക്കും എഴുതേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ളതായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള 2 കാര്യങ്ങളെ മിക്കവാറും വരത്തുള്ളൂ. കൂടുതലായിട്ടൊന്നും അഥവാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം ഒരു നമ്പറോ എന്തെങ്കിലും ഒരു വേരിയബിൾ സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് വരത്തില്ല. അതായത് നമുക്കൊരു ഒരു സ്ട്രിങ്ങോ ഒരു വേരിയബിൾ ക്യാരക്ടറോ ഒരു നമ്പറോ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും ചിലപ്പോൾ. പിന്നെ ബിഗിൻ തൊട്ട് എൻഡിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു കൊറി ചിലപ്പോൾ എഴുതേണ്ടി വരും. അത് ഇൻസ്റ്റെഡ് ഓഫ് വേറെ എന്തെങ്കിലും കൊറി, ഒരു ഇൻസേർട്ട് കൊറിക്ക് പകരം വേറൊരു ഇൻസേർട്ട് കൊറി എഴുതണം, ഒരു അപ്ഡേറ്റിന് പകരം വേറൊരു അപ്ഡേറ്റ് കൊറി എഴുതണം. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊറി ഇതിനകത്ത് എഴുതണം. അല്ല എങ്കിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ സിക്കകത്ത് പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നു, ജാവയിലാണെങ്കിൽ system.out.ln എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇതിനകത്ത് ഒരു സംഭവമുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പ്രിൻ്റ് എഫ് പോലെ ഒരു കാര്യം, സി ഔട്ട് പോലെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്തായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ അടുത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ വെന്നിന് ശേഷം താഴോട്ട് എഴുതുന്നത് അതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ ആയാലും റോ ലെവൽ ട്രിഗർ ആയാലും ഇത് തന്നെയാണ്. ഒരു PLSQL ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്കിനകത്ത് ഡിക്ലെയർ എന്നൊരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ ഒരു ബിഗിൻ എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. ബിഗിന് താഴെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. ഡിക്ലെയർ എന്നുള്ള സെക്ഷനകത്ത് വേരിയബിൾസ് ഡിക്ലറേഷൻസ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് എൻഡ് എന്നുള്ളത് എഴുതി എൻഡ് ചെയ്യണം. ഈ ബിഗിന് അകത്ത് എഴുതുന്ന കാര്യങ്ങളിലെല്ലാം സെമി കോളൻസ് ആവശ്യമുണ്ട്, കാരണം അത് പ്രോഗ്രാമിംഗ് ലൈൻസ് ആണ്. നമ്മൾ C പ്രോഗ്രാമിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോഴും സെമി കോളൻ എഴുതുന്ന പോലെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അതിനകത്ത് എഴുതാം. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, വലിയൊരു പ്രോഗ്രാം വേണമെങ്കിലും എഴുതാം അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും സെമി കോളൻ ഉണ്ടാവും. അതുപോലെ എൻഡ് തീരുമ്പോൾ സെമി കോളൻ ഇട്ട് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ കോഡ് എഴുതുന്നതെന്നുള്ളത്, അതായത് ബിഗിനകത്ത് എഴുതുന്ന പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് പറയാം. ഓക്കെ, ഇത്രയുമാണ് ആക്ച്വലി നമുക്ക് ട്രിഗർ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് വരുന്നത്. ഒരു DML ട്രിഗർ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. DDL ട്രിഗറിന് വേറൊരു ഫോർമാറ്റ്സ് ആണ്. അതുപോലെ DML ട്രിഗറിന് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 3 ലൈൻ, ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ബിഫോർ അപ്ഡേറ്റ് ഓഫ് സാലറി ഓൺ എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മിക്കവാറും എന്നല്ല, അത് നമുക്ക് വേണം. അതിലെന്താണോ നമ്മളുടെ ആവശ്യം അതിനനുസരിച്ച് എഴുതുക. ബാക്കിയുള്ള 3 ലൈൻ എന്ന് പറയുന്നത് നമുക്ക് റോ ലെവൽ ട്രിഗർ ആണോ ആവശ്യമെങ്കിൽ അത് എഴുതുക. ബാക്കി ഡിക്ലെയർ ബിഗിൻ എൻഡ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് കോഡ് വരുന്നത്. അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം വരുന്നത്. ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് എ റോ ലെവൽ ട്രിഗർ ഫോർ ദ കസ്റ്റമർ ടേബിൾ ദാറ്റ് വുഡ് ഫയർ ഫോർ അപ്ഡേറ്റ് ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ കസ്റ്റമർ ടേബിൾ. അപ്പോൾ കസ്റ്റമർ ടേബിളിൽ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ വരുമ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരു റോ ലെവൽ ട്രിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ എന്താ എഴുതണമെന്നുള്ള കാര്യം കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം എഴുതാൻ പറ്റും. ഇത്രയും മാത്രം, ആ ഒരു ഫസ്റ്റ് ലൈൻ വെച്ച്. ദിസ് ട്രിഗർ വിൽ ഡിസ്പ്ലേ ദ സാലറി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൾഡ് വാല്യൂസ് ആൻഡ് ന്യൂ വാല്യൂസ്. ദ സ്കീമ ഓഫ് കസ്റ്റമർ ടേബിൾ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ട്രിഗർ ചെയ്യേണ്ടത് നമ്മളൊരു സാലറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ സാലറിയിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, മേ ബി നെഗറ്റീവ് വാല്യൂ, കുറഞ്ഞതാവാം കൂടുന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു സാലറി ഡിഫറൻസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഒരു കസ്റ്റമറിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, സാലറി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഡിഫറൻസ് ഉണ്ടാവുന്നത് ചെയ്ത് കാണിക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ്. ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന കസ്റ്റമേഴ്സ് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, സാലറി ഉണ്ട്. ഇതാണ് ആട്രിബ്യൂട്ട് നെയിംസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിഗർ എഴുതണമെങ്കിൽ ആദ്യം എന്ത് എഴുതും? അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വേണ്ടത് കസ്റ്റമേഴ്സ് എന്നാണ് ടേബിൾ നെയിം. ബിഫോറോ ആഫ്റ്ററോ ഏത് വേണോ യൂസ് ചെയ്യാം. കാരണം അതിന് പകരം വേറെ ക്വറി ചെയ്യണമെന്നല്ല പറഞ്ഞേക്കുന്നത്, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ട്രിഗർ ഞാൻ മൈ ട്രിഗർ എന്ന് തന്നെ കൊടുത്തു. ബിഫോർ അപ്ഡേറ്റ് ഓൺ കസ്റ്റമേഴ്സ്, ഇത് റോ ലെവൽ ട്രിഗറാണ് വേണ്ടത്.
പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഡിഫറൻസ് വേണം. അപ്പോൾ പഴയ കാര്യവും പുതിയ കാര്യവും റെഫറൻസ് ചെയ്യണം. ഈ സ്റ്റേറ്റ് ലൈൻസ് എല്ലാം വേണം. റെഫറൻസിങ് ഓൾഡ് ആസ് ഒ, ന്യൂ ആസ് ന്യൂ എൻ ഫോർ ഈച്ച് റോ. കാരണം റോ ലെവൽ ട്രിഗർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അല്ല എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം റോ ലെവൽ ട്രിഗേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ പഴയ സാലറി അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പഴയ സാലറിയും പുതിയ സാലറിയും തമ്മിലുള്ള ഡിഫറൻസ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 4 റോ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ 4 റോയിലെയും സാലറി ഡിഫറൻസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ റോ ലെവൽ ട്രിഗർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ഈ ക്വസ്റ്റ്യൻ റോ ലെവൽ ട്രിഗർ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം എഴുതി. ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ബിഫോർ അപ്ഡേറ്റ് ഓൺ കസ്റ്റമേഴ്സ് റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ആൻഡ് ന്യൂ ആസ് എൻ ഫോർ ഈച്ച് റോ. ബാക്കി ഞാൻ സാലറി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സാലറി ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഗ്രീൻ പോർഷനിൽ കിടക്കുന്നത് നേരത്തെ എഴുതിയത്. നെക്സ്റ്റ് പോർഷൻസ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, നമ്പർ. സാലറി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ഒരു നമ്പർ ആയിരിക്കുമല്ലോ, വേരിയബിൾ സ്ട്രിങ് ഒന്നുമല്ല. ബിഗിനകത്ത് എൻ ഡോട്ട് സാലറി മൈനസ് ഒ ഡോട്ട് സാലറി. പുതിയ സാലറിയിൽ നിന്നും പഴയ സാലറി സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ ആണ് സാലറി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഈക്വൽ ടു എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോളുക. കോളൻ ഈക്വൽ ടു എന്നാണ് എഴുതുന്നത്. ഇത് വെറുതെ ഈക്വൽ ടു എന്നല്ല, കോളൻ ഈക്വൽ ടു. സംതിങ് വാല്യൂ അസൈൻ ചെയ്യുകയാണെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോളൻ ഈക്വൽ ടു ആണ്. പ്ലസും മൈനസും സ്റ്റാറും അതെല്ലാം സെയിം തന്നെ, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം സെയിം തന്നെ. അസൈൻമെൻറ്റ് ഓപ്പറേഷൻ കോളൻ ഈക്വൽ ടു ആണ്. സോ സാലറി ഡിഫറൻസ് ബിഗിൻ സാലറി ഡിഫറൻസ് ഈക്വൽ ടു എൻ ഡോട്ട് സാലറി മൈനസ് ഓ ഡോട്ട് സാലറി സെമി കോളൻ. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോഴും സെമി കോളൻ വേണം. നെക്സ്റ്റ് ലൈൻ പറഞ്ഞേക്കുന്നത് സാലറി പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആ പ്രിൻ്റ് എഫ് അല്ലെങ്കിൽ സി ഔട്ട് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് അണ്ടർസ്കോർ ലൈൻ. DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് അണ്ടർസ്കോർ ലൈൻ. DBMS ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പാരാൻസിസിനകത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള വാല്യൂ കൊടുക്കുക. പ്രിൻ്റ് ചെയ്യാനുള്ള വാല്യൂ സ്ട്രിങ് ആണെങ്കിൽ കോഡ്സിനകത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾഡ് സാലറി കോളൻ അത്രയും പ്രിൻ്റ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യണം? ആ ഓൾഡ് സാലറി എത്രയാണെന്നും പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി ഓ ഡോട്ട് സാലറി എന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് 2 പൈപ്പ് സിമ്പിൾസ് ആണ്. പൈപ്പ് സിമ്പിൾസ് എന്ന് വെച്ചാൽ സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് എനിക്ക് ഔട്ട്പുട്ട് വരേണ്ടത് ഓൾഡ് സാലറി കോളൻ ആ വാല്യൂ എത്രയാണ്, ന്യൂ സാലറി കോളൻ പുതിയ വാല്യൂ എത്രയാണ്, സാലറി ഡിഫറൻസ് കോളൻ ആ ഡിഫറൻസ് എത്രയാണ്. ഇങ്ങനെ 3 ലൈനിലായിട്ട് ഓരോ കാര്യങ്ങളും പ്രിൻ്റ് ചെയ്യണം. ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് ഓരോ റോയ്ക്ക് കറസ്പോണ്ടിങ്ങും 3 ലൈൻ പ്രിൻ്റ് ചെയ്യണം. ആദ്യത്തെ ലൈനിൽ ഓൾഡ് സാലറി എത്രയാണ്, അടുത്ത് സെക്കൻഡ് ലൈനിൽ ന്യൂ സാലറി എത്രയാണ്, തേർഡ് ലൈനിൽ സാലറി ഡിഫറൻസ് എത്രയാണ്. ഈ ഓരോ പ്രിൻ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ സെപ്പറേറ്റ് ലൈൻ ന്യൂ ലൈനിലായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് അണ്ടർസ്കോർ ലൈൻ. അതിനകത്ത് പ്രിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രിൻ്റ് എഫിലാണെങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തിട്ട് കോമയിട്ട് വേരിയബിൾസിൻ്റെ പേര് പറയുമല്ലോ, അതുപോലെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഇപ്പം പൈപ്പ് സിമ്പിൾ എന്ന് വെച്ചാൽ ആ പോർഷനിൽ നമുക്ക് വരണം. ഇപ്പോൾ ഓൾഡ് സാലറി പൈപ്പ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യണം. ആ വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് അതിനെ കൺകാറ്റിനേറ്റ് ചെയ്ത് ഒറ്റ സ്ട്രിങ് ആക്കി അതങ്ങ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ ഓൾഡ് സാലറി ഓ ഡോട്ട് സാലറി എന്നുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് സംതിങ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൈപ്പ് സിമ്പിൾ കൊടുത്ത് കോഡ്സിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, ജാവയിലെല്ലാം യൂസ് ചെയ്തതുപോലെയാണ്. നിങ്ങൾ ജാവ പഠിച്ചിട്ടുണ്ടാവും, ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത് പോലെ ഉള്ളൂ. ജാവയ്ക്കകത്ത് നമ്മൾ പ്ലസ് യൂസ് ചെയ്ത് ചെയ്യുന്നത് പോലെ ഇവിടെ പൈപ്പ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം സാലറി എഴുതിയിട്ടാണ് ദിസ് ഈസ് മൈ സാലറി. ഇപ്പോൾ എനിക്ക് മൈ സാലറി ഈസ് ഇത്ര ആ ഒരു വാല്യൂ സാലറിയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് റുപ്പീസ് എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മൈ സാലറി ഈസ് എന്നുള്ളത് കോഡ്സിനകത്ത് കൊടുക്കും, പിന്നെ ഒരു പൈപ്പ് സിമ്പിൾ കൊടുക്കും, എന്നിട്ട് ഓ ഡോട്ട് സാലറി എന്ന് കൊടുക്കും, വീണ്ടും പൈപ്പ് സിമ്പിൾ കൊടുക്കും, പിന്നെ കോഡ്സിനകത്ത് റുപ്പീസ് എന്ന് കൊടുക്കും. അപ്പോൾ മൈ സാലറി ഈസ് ആ വാല്യൂ റുപ്പീസ് എന്ന് വരും. അത്രേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അതായത് പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്ത് കൺകാറ്റിനേറ്റ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് സാലറി ഡിഫറൻസ് പ്രിൻറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഴയ സാലറിയും പുതിയ സാലറിയും പ്രിൻറ്റ് ചെയ്തു, അതിൻ്റെ ഡിഫറൻസും പ്രിൻറ്റ് ചെയ്തു. ഇത് ഓരോ ലൈനിലും പ്രിൻറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആദ്യത്തെ ഗ്രീൻ പോർഷനിലുള്ളത് ആദ്യത്തെ ആ ട്രിഗർ എങ്ങനെയുള്ളതാണ്, ഏത് ഇവൻറ്റിൽ ഫയർ ആവണം, റോ ലെവൽ ട്രിഗർ ആണ് എന്നുള്ളത് കാണിക്കുന്നു. റെഡ് കളറിലുള്ള പോർഷൻ നമ്മളുടെ PL/SQL ബ്ലോക്ക്, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, അത് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഡാറ്റാബേസിൽ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും, കൊറിയാണല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് റിസൾട്ട് അല്ല, കാരണം ട്രിഗറിന് റിസൾട്ട് ഇല്ല. ട്രിഗർ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? യൂസർ എപ്പോഴെങ്കിലും അവർ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്താൽ, ഒരു അപ്ഡേറ്റ് കൊറി കൊടുക്കുമ്പോൾ ആ സമയത്താണ് ഈ ട്രിഗറിനകത്ത് പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്ത് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിഗർ എഴുതി ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രിഗറിൻ്റെ ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് ട്രിഗർ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതിനകത്ത് എറർ ഒന്നും ഇല്ല എങ്കിൽ ട്രിഗർ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അതായിരിക്കും നമ്മളുടെ റിസൾട്ട്. ഇനി എപ്പോഴെങ്കിലും ഞാനൊരു അപ്ഡേറ്റ് കൊറി കൊടുത്തു, ഇപ്പോൾ എക്സാമ്പിൾ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് സാലറി ഈക്വൽ ടു സാലറി പ്ലസ് 500 വേർ ID ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ID എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ആണ്. അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ വാല്യൂ 500 rupees സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തു എന്നാണ് ആ അപ്ഡേറ്റിൻ്റെ ഓപ്പറേഷൻ്റെ മീനിങ്. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അയാളുടെ ഒരു ഓൾഡ് സാലറി ഇപ്പോൾ 1500 എന്നായിരുന്നു എങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജ്, ഈ ഒരു അപ്ഡേറ്റ് കൊറി നടത്തുമ്പോൾ അയാൾ ആ ഡാറ്റാബേസിൽ അല്ലെങ്കിൽ അയാളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു കൊറി വർക്ക് ചെയ്തു. ഈ കൊറിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് അയാൾക്ക് ഡിസ്പ്ലേ ആകുന്നത് ഇതായിരിക്കും: ഓൾഡ് സാലറി 1500, ന്യൂ സാലറി 2000, സാലറി ഡിഫറൻസ് 500. ഇതായിരിക്കും അയാൾക്ക് വരുന്ന മെസ്സേജ്. അതായത് ഇതാണ് നമ്മൾ ട്രിഗറിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവിക്കുന്നത്, ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൊറി വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ്ങിലി ഈ ട്രിഗർ ഫയർ ആവും. ഈ ട്രിഗർ ഫയർ ആയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ 3 സാലറി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലൈനും 3 പ്രിൻറ്റ് ലൈൻസും പുട്ട് ലൈൻസ് എന്നുള്ള ആ ഒരു പ്രിൻറ്റ് ചെയ്യാനുള്ള 3 ലൈനുകളും വർക്ക് ചെയ്യും. സാലറി ഡിഫറൻസ് കണ്ടുപിടിച്ച് ഈ 3 ലൈനും പ്രിൻറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ID ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ IDക്ക് വേണ്ടി മാത്രം ഒറ്റ ലൈനേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ഒറ്റ തവണ പ്രിൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ ID ഈക്വൽ ടു 2 ഓർ ID ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. അപ്പോൾ 2 ആണെങ്കിലും 2നും 3ക്കും സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ 2ന് വേണ്ടി ഒരെണ്ണം പ്രിൻറ്റ് ചെയ്യും, 3ക്ക് വേണ്ടി വേറെ ഒന്നും പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ 3യുടെ ഓൾറെഡി ഓൾഡ് സാലറി എന്ന് പറയുന്നത് 3500 ആയിരുന്നുവെങ്കിൽ നമുക്ക് വരുന്നത് ഓൾഡ് സാലറി 3500, ന്യൂ സാലറി 4000, സാലറി ഡിഫറൻസ് 500. ആ രീതിയിൽ ഒരു മെസ്സേജ് വരും. അപ്പോൾ അവിടെ 2 റോയ്ക്ക് അപ്ഡേറ്റ് ചെയ്തു, 2 റോ അപ്ഡേറ്റ് ചെയ്തു. ID ഈക്വൽ ടു 2 ആയിട്ടുള്ള റോയും ID ഈക്വൽ ടു 3 ആയിട്ടുള്ള റോയും അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഓരോന്നിനും വേണ്ടി സെപ്പറേറ്റ്ലി ട്രിഗർ വീണ്ടും 2 തവണ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊറിയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ എഴുതേണ്ടത് ഏതാണ്? ഈ ഒരു കൊറിയാണ് എഴുതേണ്ടത്. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ട്രിഗർ ക്രിയേറ്റ് ചെയ്യാനുള്ള കൊറി എഴുതാനാണ്, അല്ലെങ്കിൽ കോഡ് എഴുതാനാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്രിയേറ്റ് എ റോ ലെവൽ ട്രിഗർ ഫോർ സംതിങ് എന്ന് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടതും ഇതുപോലൊരു കാര്യമാണ്. അതിൽ പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതുപോലുള്ള അപ്ഡേറ്റ് കൊറി എഴുതണം, ഇതുപോലുള്ള അതിൻ്റെ ഔട്ട്പുട്ട് എഴുതണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: create a row level trigger for customer table that would fire for update operation performed on customers table. സെയിം തന്നെയാണ് പറയുന്നത്. This trigger will display the salary difference between old values and new values if old salary is greater than new salary. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ഒരേ ഒരു കണ്ടീഷൻ, പഴയ സാലറി പുതിയ സാലറിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം ആ സാലറി ഡിഫറൻസ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ അതേ കൊറി തന്നെയാണ്. അതിൻ്റെ കൂടെ ആ ഒരു ഫോർ ഈച്ച് റോ കഴിഞ്ഞ് ഡിക്ലെയറിൻ്റെയും ഇടയിൽ നമ്മൾ ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ എഴുതിയപ്പോൾ ഈ ഒരു ഒറ്റ പേജിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിർത്താൻ വേണ്ടി ഓൾഡ് സാലറിയും ന്യൂ സാലറിയും പ്രിൻറ്റ് ചെയ്യുന്ന ആ ലൈൻസ് എടുത്ത് കളഞ്ഞു.
ജസ്റ്റ് സാലറി ഡിഫറൻസ് മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ എഴുതിയിട്ടുള്ളൂ അതിനകത്ത്, ആ ബിഗിൻ എൻഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. ഓക്കെ, ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ചേർത്ത ഒരു ലൈൻ വെൻ ഓ ഡോട്ട് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഡോട്ട് സാലറി. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓൾഡ് സാലറി ഗ്രേറ്റർ ദാൻ ന്യൂ സാലറി ആണെങ്കിൽ അതിൻ്റെ സാലറി ഡിഫറൻസ് എത്ര എന്ന് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം ഇത് വർക്ക് ചെയ്യുക എന്ന് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് വെന്നിനകത്താണ്. അതായത് ട്രിഗർ വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷനിലാണ് എന്ന് നമ്മൾ പറയുന്നത് വെൻ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്താണ്. വെൻ ഏത് കണ്ടീഷനാണ്, ബ്രാക്കറ്റ്സിനകത്ത് ഏത് കണ്ടീഷനാണെന്ന് കൊടുക്കുക. ആ കണ്ടീഷനിൽ മാത്രം ട്രിഗർ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിലാണ് വെന്നിനകത്ത് കൊടുക്കുന്നത്. അതല്ല ഇന്ന കണ്ടീഷൻ വരുമ്പോൾ ഇന്നത് പ്രിൻ്റ് ചെയ്യണം, ഇന്ന കണ്ടീഷൻ വരുമ്പോൾ വേറൊന്ന് പ്രിൻ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെൻ കൊടുക്കത്തില്ല. പകരം ആ ബിഗിനകത്ത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? അതായത് വെൻ എന്ന് യൂസ് ചെയ്തേക്കുന്നത് നമ്മളുടെ ട്രിഗർ വർക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഏതാണ് എന്ന് പറയാനാണ്. ഒരു കണ്ടീഷൻ ട്രിഗർ വർക്ക് ചെയ്തിട്ട് ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട്, അതല്ല എങ്കിൽ വേറൊരു ഔട്ട്പുട്ട്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വെൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിഗിനും എൻഡിനും ഇടയിൽ എക്സിക്യൂട്ടബിൾ കോഡ് എഴുതുന്ന ഭാഗത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും എൽസ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ യൂസ് ചെയ്ത് വേണം. നമ്മൾ സാധാരണ സി പ്രോഗ്രാമിൽ ഇഫ് എൽസും എഴുതുന്നത് പോലെ ഇതിനകത്തും ഇഫ് എൽസും എഴുതി നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടി വരും. അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക്. പക്ഷേ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഓൾഡ് സാലറി ഗ്രേറ്റർ ദാൻ ന്യൂ സാലറി ആണെങ്കിൽ സാലറി ഡിഫറൻസ് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാത്രം ട്രിഗറിനകത്ത് നോക്കിയാൽ മതി, ആ ഒരു കണ്ടീഷനിൽ മാത്രം ട്രിഗർ വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് വെന്നിനകത്ത് വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പം പറഞ്ഞേക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ക്വറിയാണ് കൊടുത്തത്. ഇപ്പോൾ സാലറി കുറയ്ക്കുന്ന ഓപ്പറേഷനാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ട്രിഗർ വർക്ക് ചെയ്യും, സാലറി ഡിഫറൻസ് എത്രയെന്ന് പ്രിൻ്റ് ചെയ്യും. ഓൾഡ് സാലറി ന്യൂ സാലറിയും വരത്തില്ല, കാരണം ഞാനത് നേരത്തെ എഴുതിയ കോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആ സ്ക്രീനിൽ നിൽക്കാൻ വേണ്ടി അത് മാറ്റിയതാണ്. അതുകൊണ്ടാണ് അത് ഇതിനകത്ത് മാറ്റാത്തത്. ഇനിയിപ്പോൾ ഞാൻ പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതൊരിക്കലും വർക്ക് ചെയ്തില്ല. ആ ട്രിഗറിനകത്തുള്ള കോഡ് ഒരിക്കലും വർക്ക് ചെയ്തില്ല. സോ ഒരു ഔട്ട്പുട്ടും വരത്തില്ല. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ടേബിൾ അങ്ങ് അപ്ഡേറ്റ് ആവും, നമുക്ക് മെസ്സേജ് ഒന്നും വരത്തില്ല. നെക്സ്റ്റ് വൺ, റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ആൻഡ് ന്യൂ ആസ് എൻ. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് വേറെ രീതിയിലും കൊടുക്കാം. അതായത് ഈ ഒരു ലൈൻ എഴുതാതെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഓൾഡിനെ ഒ ആയിട്ടും ന്യൂ റോയെ എൻ ആയിട്ടും എന്നുള്ള വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ ഈ ലൈൻ എഴുതാതിരിക്കാം. ഓക്കെ, അത് എഴുതാതിരുന്നാലും നമുക്കിതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒറാക്കിൾ എന്ന് പറയുന്നതിനകത്ത്, ഇപ്പോൾ MySQLിനകത്തില്ല, ഒറാക്കിളിനകത്താണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒയും എന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒയും എന്നും എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ലൈനിനകത്ത് പറയുന്ന വേരിയബിൾസാണ്. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ എന്നും ഓൾഡ് എന്നും, കോളൻ ന്യൂ കോളൻ ഓൾഡ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഒറാക്കിളിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന 2 ക്ലോസുകളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ DML ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇൻസേർട്ട് ഓപ്പറേഷനാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ന്യൂ റോ ഉണ്ട്, പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന റോയാണ്. അപ്പം ആ റോയിനകത്തുള്ള നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോയ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എല്ലാം ഈ എൻ ഡോട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്ന പോലെ കോളൻ ന്യൂ ഡോട്ട് എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാം. അവിടെ ഓൾഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഇൻവാലിഡാണ്. കാരണം ഇൻസേർട്ട് ചെയ്യുമ്പോൾ പഴയത് എന്ന് പറയുന്ന വാല്യൂ ടേബിളിനകത്ത് ഇല്ല, പുതിയ വാല്യൂ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ കോളൻ ന്യൂവും കോളൻ ഓൾഡ് എന്ന് പറയുന്നതും വാലിഡാണ്. അതായത് ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ ഓൾഡ് റോ ഉണ്ട്, ന്യൂ റോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒയും എന്നും യൂസ് ചെയ്യുന്നതിന് പകരം കോളൻ ന്യൂവും കോളൻ ഓൾഡ് എന്നും പറഞ്ഞ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം.
റെഫറൻസിങ് ഓൾഡ് ആസ് ഒ ന്യൂ ആസ് എൻ, ആ ഒരു ലൈൻ അവോയ്ഡ് ചെയ്യാം. പകരം ഈ ഒയും എന്നും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ന്യൂവും ഓൾഡും യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാലിഡിറ്റിയാണ് ഈ പറയുന്നത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ രണ്ടും യൂസ് ചെയ്യാം. ഇൻസേർട്ട് ഓപ്പറേഷൻ്റെ കൂടെ ന്യൂ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുതിയ വാല്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പഴയ വാല്യൂസ് ഇല്ല ഇൻസേർട്ട് ചെയ്യുമ്പോൾ. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ ടേബിളിൽ ഉണ്ടായിരുന്ന വാല്യൂസ് മാത്രമേ ഉള്ളൂ. പുതിയ വാല്യൂസ് ഒന്നും പുതുതായിട്ട് വരുന്നില്ല, ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് നമ്മൾ. അപ്പോൾ ന്യൂ എന്നുള്ളത് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എറർ ഉണ്ടാവും. അതായത് ഇൻസേർട്ടിന് വേണ്ടി നമ്മൾ എഴുതുന്ന ട്രിഗറിനകത്ത് ഓൾഡ് എഴുതിയാൽ എറർ ഉണ്ടാവും. ഡിലീറ്റിന് വേണ്ടി എഴുതുന്ന ട്രിഗറിനകത്ത് ന്യൂ എഴുതിയാൽ എറർ ഉണ്ടാവും. മനസ്സിലായോ? അപ്ഡേറ്റിനകത്ത് രണ്ടും എഴുതാം. ആ ഒരു രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ എഴുതിയ കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ലൈൻ അവോയ്ഡ് ചെയ്താൽ ഈ ഒയും എന്നും വന്ന ഭാഗങ്ങൾ നമുക്ക് ഒയ്ക്കും എന്നിനും പകരം കോളൻ ഓൾഡ് എന്നുള്ളതും കോളൻ ന്യൂ എന്നുള്ളതും യൂസ് ചെയ്യാം ഒറാക്കിളിനകത്ത്. സെയിം എഫക്റ്റ് തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നേരത്തെ എഴുതിയ കാര്യങ്ങൾ തന്നെ ഓൾഡ് ആസ് റെഫറൻസിങ് ആ ഒരു ലൈൻ എഴുതിയിട്ട് ഒയും എന്നെന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഒറാക്കിളിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് പറഞ്ഞത്. ഇനിയുള്ളത് ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ എന്നുള്ളൊരു കാര്യം. അത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു DML ഓപ്പറേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. DDLലും ഡേറ്റാബേസ് ട്രിഗേഴ്സിൽ യൂസ് ചെയ്യത്തില്ല. ഇതിനകത്ത് ഇൻസ്റ്റഡ് ഓഫ് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇൻസേർട്ട് ഓപ്പറേഷനോ അപ്ഡേറ്റ് ഓപ്പറേഷനോ ഡിലീറ്റ് ഓപ്പറേഷനോ വന്നാൽ ആ ഒരു ഓപ്പറേഷന് പകരം നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യണം അതാണ് പറയുന്നത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു വ്യൂ ഒക്കെ ചെയ്തു. വ്യൂ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വ്യൂ ആണ്. അതായത് 1, 2, 3 ടേബിളിൽ നിന്നും ജോയിൻ ചെയ്ത് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് യൂസറിന്. അപ്പോൾ ആ യൂസർ ഇതിനകത്തോട്ട് ഒരു അപ്ഡേറ്റ് ഓപ്പറേഷനോ ഇൻസേർട്ട് ഓപ്പറേഷനോ ഡിലീറ്റ് ഓപ്പറേഷനോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് 3 ടേബിളിൻ്റെ ഒരു ജോയിൻ ഫോമാണ്. അതിൽ നിന്നൊരു റോ എടുത്ത് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാല്യൂ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും മാത്രമായിരിക്കത്തില്ല. നമ്മൾ ടേബിളിനകത്ത് വേറെയും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ ടേബിൾ അപ്ഡേറ്റ് ആവണമെങ്കിൽ ഈ വ്യൂവിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ അവിടെ എഴുതിയിട്ടുണ്ടാവും. യൂസർ ഇങ്ങനെ ഒരു ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വേറൊരു ക്വറി വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വ്യൂവിൻ്റെ കേസിൽ ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ലൊക്കേഷനും സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു കാര്യം. അത് എംപ്ലോയി എന്നുള്ളതും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന 2 ടേബിളിൻ്റെ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്താണ് ഞാൻ ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്തേക്ക് ഞാനൊരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ആ യൂസറിന് കിട്ടുന്ന വ്യൂ ഇതാണ്. ഈ 3 ആട്രിബ്യൂട്ടേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി എംപ്ലോയി എന്ന് പറഞ്ഞും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് 2 ടേബിൾ ഡേറ്റാബേസിനകത്തുണ്ട്. ഓക്കെ, അപ്പം യൂസർ ഇതുപോലെ ഒരു അപ്ഡേറ്റ് ക്വറി കൊടുത്തു. ലൊക്കേഷൻ ഫ്രാൻസ്, എംപ്ലോയിയുടെ ലൊക്കേഷൻ ഫ്രാൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. XXX എന്ന് പറഞ്ഞൊരു എംപ്ലോയി ഉണ്ട്, അയാളുടെ ലൊക്കേഷൻ ഇപ്പോൾ ജപ്പാൻ എന്നാണ് കിടക്കുന്നത്, അതിനെ ഫ്രാൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഈ ഒരു ക്വറി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എംപ്ലോയി വ്യൂ എന്ന് പറയുന്ന ഒരു ടേബിൾ ഇല്ല, ആക്ച്വൽ ടേബിൾ അല്ല, ഇറ്റ്സ് എ വെർച്വൽ ടേബിൾ, ഇറ്റ്സ് എ വ്യൂ. അപ്പോൾ ഒരു ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ ഞാൻ എഴുതും. ഒരു വ്യൂ മോഡിഫൈ ട്രിഗർ എന്നുള്ള ഒരു പേരിൽ ഞാൻ വേറൊരു ട്രിഗർ എഴുതി. അത് ഇൻസ്റ്റഡ് ഓഫ് അപ്ഡേറ്റ് ഓൺ എംപ്ലോയി വ്യൂ, അതായത് എംപ്ലോയി വ്യൂ എന്നുള്ള ടേബിളിനകത്ത് ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ വന്നാൽ ഒരു ഇൻസ്റ്റഡ് ഓഫ് ട്രിഗർ ആയിട്ട് വർക്ക് ചെയ്യണം. ഫോർ ഈച്ച് റോ ബിഗിൻ, നമ്മൾ ആ ബിഗിനകത്ത് എഴുതുന്ന കാര്യം, നമുക്കിപ്പോൾ ഡിക്ലറേഷൻ വേരിയബിൾസ് ഒന്നും വേണ്ട, നമ്മൾ പകരം വേറൊരു ക്വറി വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ക്വറിക്ക് പകരം വേറൊരു ക്വറിയാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ബിഗിൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ക്വറിയാണ് വേണ്ടതെങ്കിൽ അതിനകത്ത് ബിഗിൻ എൻഡിനകത്ത് ആ ക്വറി മാത്രം എഴുതിയാൽ മതി. ഇപ്പം നമ്മളുടെ അപ്ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ലൊക്കേഷൻ ഈക്വൽ ടു ന്യൂയിലുള്ള ലൊക്കേഷൻ, അതായത് നമ്മളിപ്പോൾ പുതുതായിട്ട് പറഞ്ഞ ലൊക്കേഷൻ, ഇപ്പോൾ അതിനകത്ത് വന്ന ക്വറി ഏതാണോ ആ ക്വറിക്കകത്ത് വന്ന ആ വാല്യൂ. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെയിം. ആ ഒരു രീതിയിൽ നമുക്ക് ക്വറി എഴുതാം.
ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഡ് ഓഫ് ട്രിഗറാണ് എഴുതുന്നതെങ്കിൽ, അതായത് ഒരു കൊറിക്ക് പകരം വേറൊരു കൊറിയായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം. അതായത് ഈ ഒരു കൊറിക്ക് പകരം, ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു കൊറിക്ക് പകരം, ഇതിപ്പോൾ ഒരു വ്യൂവിൽ വരുന്ന ഇതാണ്, അത് ആക്ച്വൽ ടേബിളിലാണ് നടത്തേണ്ടത്. അപ്പോൾ ആക്ച്വൽ ടേബിളിലെ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ടേബിളിനകത്താണ് ലൊക്കേഷൻ മാറ്റാനുള്ളത്. അപ്പോൾ ആ ഒരു കൊറി ഇതിനകത്ത് എഴുതി കൊടുക്കുക. അത് ആ ബിഗിൻ എൻഡ് എന്ന് പറയുന്നതിനകത്ത് ആ കൊറി എഴുതിയാൽ മാത്രം മതി. ബാക്കി മുകളിലോട്ടുള്ള പോർഷൻ സെയിം. എന്ത് ഓപ്പറേഷന് വേണ്ടിയാണ്, ഈവൻ്റ് ഏതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത്. ബിഗിന് ശേഷമാണ് ആക്ച്വൽ കോഡ്, ട്രിഗർ കോഡ് വരുന്നത്. ആ കോഡ് ഇവിടെ പ്രോഗ്രാം ഒന്നും വേണ്ട, പകരം നമുക്കൊരു കൊറി മാത്രം മതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ചേഞ്ചസ് കോൺസ്റ്റൻ്റ്ലി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ദ ഹിസ്റ്ററി ഓഫ് പ്രൈസസ് ഓഫ് പ്രോഡക്ട്സ്. Two tables are created below. Create a trigger to update product price history table when the price of product is updated in the product table. അതായത് ഇതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്, രണ്ട് ടേബിൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഡക്റ്റ് എന്നും പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററി എന്നും. അപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് ക്വറി പ്രോഡക്റ്റിനകത്ത് വരികയാണെങ്കിൽ ആ ക്വറി അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂസ്, ആ ഒരു റോ ഇതിനകത്ത് അപ്ഡേറ്റ് ആയാൽ, ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് അപ്ഡേറ്റ് ആയാൽ ആ പഴയ വാല്യൂസ് എല്ലാം ഈ പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററി എന്നുള്ളതിനകത്ത് കോപ്പി ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ ഈ ഇതിലെ പഴയ വാല്യൂസിനെ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന, അതായത് പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന വേറൊരു കൊറി എഴുതണം. അപ്പോൾ ഒരു ബിഫോർ ട്രിഗർ എഴുതുക, അല്ലെങ്കിൽ ആഫ്റ്റർ ട്രിഗറോ എഴുതുക. അപ്പോൾ ചെയ്തതിന് ശേഷമോ മുന്നേയോ ആവാം. നമുക്കിപ്പോൾ ഓയും എന്നോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഓൾഡ് ന്യൂ എടുത്തു കഴിഞ്ഞാൽ പഴയ വാല്യൂവും പുതിയ വാല്യൂവും കിട്ടും. അപ്പോൾ ആഫ്റ്റർ എഴുതിയാലും ബിഫോർ എഴുതിയാലും സെയിം തന്നെയാണ്. അങ്ങനെ ഒരു ട്രിഗർ എഴുതിയിട്ട് അതിനകത്ത് വേറെ ഒരു ഇൻസേർട്ട് കൊറിയും കൂടെ എഴുതണം. ആ ഇൻസേർട്ട് കൊറി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററിയിലോട്ട് ഓൾഡ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, ആ ട്രിഗർ നെയിം ബിഫോർ അപ്ഡേറ്റ് ഓഫ് യൂണിറ്റ് പ്രൈസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് യൂണിറ്റ് പ്രൈസ് ആയ ഓരോന്നിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബിഫോർ അപ്ഡേറ്റ് ഓഫ് യൂണിറ്റ് പ്രൈസ് ഓൺ പ്രോഡക്റ്റ് എന്നുള്ള ടേബിൾ ഫോർ ഈച്ച് റോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഓരോ റോയിലും എന്ത് ചെയ്യണം, ബിഗിൻ വേറൊരു ഇൻസേർട്ട് കറി വർക്ക് ചെയ്യണം. പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററിയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ഇൻറ്റു പ്രോഡക്റ്റ് പ്രൈസ് ഹിസ്റ്ററി വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഓൾഡ് റോയിലുണ്ടായിരുന്ന വാല്യൂസ്. അപ്പോൾ ഓൾഡ് ഡോട്ട് പ്രോഡക്റ്റ് ഐ ഡി, ഓൾഡ് ഡോട്ട് പ്രോഡക്റ്റ് നെയിം, ഓൾഡ് ഡോട്ട് സപ്ലൈ നെയിം, ഓൾഡ് ഡോട്ട് യൂണിറ്റ് പ്രൈസ്. ആ ടേബിളിലെ എല്ലാ റോസും ഇത്, കാരണം ഈ രണ്ടിലും പറഞ്ഞേക്കുന്ന റോസ് എന്ന് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇതിനകത്ത് ഏതെങ്കിലും പ്രോഡക്റ്റിനകത്ത് ഏതെങ്കിലും അപ്ഡേറ്റ് ആയാൽ ആ പഴയ റോ ഇതിനകത്തോട്ട് കോപ്പി ചെയ്യുക എന്നാണ്. അപ്പോൾ പഴയ റോയെ കോപ്പി ചെയ്യാനായിട്ട് ആ പഴയ വാല്യൂസ് വെച്ച് പുതിയ ടേബിളിലോട്ട് ഒരു ഇൻസേർട്ട് കോറി കൊടുത്താൽ മതി. അപ്പോൾ ആ ബിഗിൻ എന്നുള്ള ആ സെക്ഷനകത്ത് നമുക്ക് വരുന്നത് ആ ഇൻസേർട്ട് കോറിയാണ്. അപ്പോൾ ബാക്കി ഈ ഫസ്റ്റ് പോർഷൻ ആ എപ്പോഴാണ് ട്രിഗർ ഫയർ ചെയ്യേണ്ടതെന്നുള്ളതും സെക്കൻഡ് പോർഷൻ എന്താണ് നടക്കേണ്ടതെന്നുള്ളതും, ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെ നോക്കി എന്താണെന്ന് വെച്ചാൽ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് റേസ് ആപ്ലിക്കേഷൻ എറർ. ഇത് ഒറാക്കിളിനകത്തുള്ളൊരു ബിൽറ്റ് ഇൻ പ്രൊസീജിയറാണ്. ഇത് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തു, ഒരു ഈവൻറ്റ് സംഭവിച്ചു, ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആ ഒരു കണ്ടീഷൻ കറക്റ്റ് അല്ല, ഡേറ്റാബേസിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കൺസ്ട്രെയിൻ ആയിരിക്കും, ആ കൺസ്ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ആ ടൈമിനകത്ത് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും ഡേറ്റാബേസിൽ. ആ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഈ ടൈമിൽ ആ ഒരു ഓപ്പറേഷൻ അലോ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റേസ് ആപ്ലിക്കേഷൻ എറർ എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. എന്നിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ അവിടെ ഒരു എറർ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ആ ഒരു യൂസറിന് വരുന്നത് എറർ മെസ്സേജ് ആയിരിക്കും. ആ എറർ മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്ത് പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ഫംഗ്ഷൻ റേസ് ആപ്ലിക്കേഷൻ എറർ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, എറർ നമ്പറും എറർ മെസ്സേജും. ആ എറർ മെസ്സേജ് എന്ന് പറയുന്നത് ആ മെസ്സേജ് ആയിരിക്കും എറർ മെസ്സേജ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. എറർ നമ്പർ എന്ന് വെച്ചാൽ ആ മെസ്സേജിന് നമ്മൾ കൊടുക്കുന്ന, ആ എററിന് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പർ.
ഒരു റാൻഡം നമ്പർ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എറേഴ്സിന് നമുക്കൊരു 20,000 തൊട്ട് 20,999 വരെയുള്ള നമ്പേഴ്സ് ഏതെങ്കിലും കൊടുക്കാമെന്നാണ് ഈ ഒറാക്കിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ബിഫോർ ട്രിഗർ ആയാലും ഇൻസ്റ്റെഡ് ഓഫ് ട്രിഗർ ആയാലും ആഫ്റ്റർ ട്രിഗർ ആയാലും ആ ഓപ്പറേഷൻ നടക്കത്തില്ല. അഥവാ ആഫ്റ്റർ ട്രിഗർ ആയിട്ടാണ് കൊടുത്തിരുന്നതെങ്കിലും അതിനെ റോൾ ബാക്ക് ചെയ്യും. റോൾ ബാക്ക് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പഴയ വാല്യൂലോട്ട് മാറ്റും. പുതിയ വാല്യൂസ് ഒന്നും ടേബിളിൽ അപ്ഡേറ്റ് ആവത്തില്ല. പഴയ ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ആയിട്ടില്ല എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പഴയ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യും ഡേറ്റാബേസ്. എന്നിട്ട് യൂസറിന് ഈ ഒരു എറർ മെസ്സേജും കാണിക്കും. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ യൂസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ: ക്രിയേറ്റ് എ ട്രിഗർ ടു റൈസ് എറർ വെൻ ഡിലീഷൻ ഈസ് അറ്റൻഡഡ് ബൈ എനി യൂസർ ഓൺ എംപ്ലോയി ടേബിൾ. അതായത് എംപ്ലോയി ടേബിളിനകത്ത് ഒരു ഡിലീറ്റ് ഓപ്പറേഷൻ വന്നാൽ തന്നെ എറർ കാണിക്കുക. അതായത് ഒരു യൂസറിനും ഡിലീറ്റ് ഓപ്പറേഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രിഗർ എന്ന് വെച്ചാൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, ഒരു ട്രിഗർ നെയിം, ബിഫോർ ഡിലീറ്റ് ഓൺ എംപ്ലോയി, ബിഗിൻ. അതിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ കോൾ നടത്തും. ഇപ്പോൾ കാരണം വേറെ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ കണ്ടീഷൻസ് ഒന്നും ഇല്ല. അതായത് ഈ ഡിലീറ്റ് ഓപ്പറേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ആ ഫംഗ്ഷൻ കോൾ മാത്രം മതി. ഡിലീഷൻ നോട്ട് പോസിബിൾ എന്നൊരു മെസ്സേജ്. അപ്പോൾ ട്രിഗർ ക്രിയേറ്റഡ് എന്നുള്ളത് വരും. നമ്മൾ എപ്പോഴെങ്കിലും ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ എംപ്ലോയി നെയിം ലൈക്ക് സംതിങ്, ഈ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിലീറ്റ് ക്വറി എംപ്ലോയിക്കകത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ കൊടുത്ത ഈ ഒറാക്കിളിൻ്റെ എറർ നമ്പർ 20,002. അതായത് 20,002 എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത നമ്പറാണ്, എറർ നമ്പർ. നമ്മൾ കൊടുത്ത മെസ്സേജ് ഡിലീഷൻ നോട്ട് പോസിബിൾ, ഇങ്ങനെ ഒരു എറർ കാണിക്കും. എറർ അറ്റ് ലൈൻ 1 ORA 20,002 ഡിലീഷൻ നോട്ട് പോസിബിൾ. അതായത് നമ്മൾ ഈ ഒരു ക്വറി വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെസ്സേജ് വരും. അപ്പം അതിന് വേണ്ടിയാണ് ഈ ട്രിഗർ എഴുതിയിരിക്കുന്നത്. അതായത് ഡിലീറ്റ് ഓപ്പറേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഈവൻ ഇഫ് യൂസറിന് എന്തെങ്കിലും പെർമിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാബേസിനകത്ത് ഈ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് വയ്ക്കാം. ഒരു ട്രിഗർ എഴുതി വയ്ക്കാം ഈ ഡിലീഷൻ എന്തെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി. റേസ് ആപ്ലിക്കേഷൻ എറർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ മാത്രം ഈ ഒരു ഫംഗ്ഷൻ കോൾ അങ്ങനെയുള്ള രീതിയിൽ ഇഫ് എൽസ് ഒക്കെ വെച്ച് എഴുതാം നമുക്ക് ബിഗിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ക്രിയേറ്റ് എ ട്രിഗർ ടു റേസ് എറർ വെൻ ഇൻസേർഷൻ, ഡിലീഷൻ ഓർ അപ്ഡേറ്റ് ഈസ് അറ്റൻഡഡ് ബൈ എനി യൂസർ ഓൺ എംപ്ലോയി ടേബിൾ ഓൺ സൺഡേ ഓർ സാറ്റർഡേ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഹോളിഡേയ്സ്, സാറ്റർഡേയോ സൺഡേയോ ആണ് ഡിലീറ്റ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആ ടേബിളിൽ വന്നു കഴിഞ്ഞാലും വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും അലോ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ കണ്ടീഷൻ എങ്കിൽ നമ്മൾ ആ കറണ്ട് ഡേറ്റ് ഏതെന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് വരുന്നത് മുകളിലത്തെ കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, എംപ്ലോയി ട്രിഗർ, ബിഫോർ, ഇൻസേർട്ട് ഓർ ഡിലീറ്റ് ഓർ അപ്ഡേറ്റ് ഓൺ എംപ്ലോയി, ബിഗിൻ. നമുക്കിപ്പോൾ ഇതെന്ന് പറയുന്നത് ഓരോ റോയ്ക്കും വേണ്ടി ചെയ്യണ്ട. കാരണം ഇത് ബിഫോർ ട്രിഗറായിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബിഫോർ ട്രിഗറായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ബിഫോർ ട്രിഗറായിട്ട് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈവൻ ഇഫ് ആഫ്റ്റർ ട്രിഗർ എന്ന് എഴുതിയാലും ഈ റേസ് ആപ്ലിക്കേഷൻ എറർ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ റോൾ ബാക്ക് ചെയ്യും, തിരിച്ചാക്കും. അതുകൊണ്ട് ബിഫോറോ ആഫ്റ്ററോ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറായിട്ട് വർക്ക് ചെയ്തോളും. ഒറ്റത്തവണ ചെയ്താൽ മതി. അതായത് ഇതിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നടക്കുന്നത് 10 റോയ്ക്കും 100 റോയ്ക്കും അപ്ഡേറ്റ് ചെയ്യുന്ന സാധനം ആയാലും അതൊന്നും അപ്ഡേറ്റ് ആവത്തില്ല. ഓരോ റോയ്ക്കും വേണ്ടി എറർ പ്രിൻറ്റ് ചെയ്യേണ്ട, ഒരൊറ്റ എറർ പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറായിട്ട് അത് വർക്ക് ചെയ്തോളും. ഇപ്പോൾ റോ ലെവൽ ട്രിഗറിൻ്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വേണ്ട. ബിഗിനകത്ത് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. എങ്ങനെയാണ് ആ കറണ്ട് ഡേറ്റ് എടുക്കുന്നത്? സിസ് ഡേറ്റ് എന്ന് പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് കിട്ടും. ടു ക്യാരക്ടർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഇൻബിൽഡ് ആയിട്ടുള്ള ഒറാക്കിൾ ഫംഗ്ഷനാണ്. അത് ചെയ്യുന്നത് ആ ഫസ്റ്റ് ഫംഗ്ഷനെ സെക്കൻഡ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ലെറ്റർ വേർഡായിട്ട് ഡേയ്സ് കിട്ടും. DY എന്ന് പറഞ്ഞാൽ ഡേയ്സ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ടു ക്യാരക്ടർ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് ഇൻബിൽഡ് ഫംഗ്ഷൻ ടു ക്യാരക്ടർ ഇൻ ഒറാക്കിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഡേറ്റ് ഫോർമാറ്റ്സ് തപ്പിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫോർമാറ്റിലാണ് ഡേറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സ് മാറ്റാൻ പറ്റും. ഇത് നമുക്കൊരു പർട്ടിക്കുലർ ഡേ ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ DY എന്നുള്ള ഫോർമാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, ടു ക്യാരക്ടർ എന്നുള്ള ഫംഗ്ഷൻ വെച്ച്. അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, അതൊന്നും സാരമില്ല.
ജസ്റ്റ് ഇതൊന്ന് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാത്രം സെർച്ച് ചെയ്ത് നോക്കുക. ഇത്രയൊക്കെ തന്നെ മതിയാവും ട്രിഗറിനകത്ത്. ടു ക്യാരക്ടർ സിസ് ഡേറ്റ് DY എന്ന് പറഞ്ഞാൽ അതിനെ കറണ്ട് ഡേറ്റ് സിസ്റ്റത്തിൽ നിന്നെടുത്ത് ആ ഡേറ്റിനെ ഒരു 3 ലെറ്റർ ഡേ ആയിട്ട് മാറ്റും. അത് നമ്മൾ എന്നുള്ള മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ SQL കൊറിയിലായിട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ സംതിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെറ്റ് കൊടുക്കുമല്ലോ, അതുപോലെ നമുക്ക് ആ സെറ്റിനകത്ത് പാരാൻസിസിനകത്ത് നമുക്ക് ആ ഏതൊക്കെയാണെന്ന് സാറ്റർഡേയും സൺഡേ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ പാർട്ടിക്കുലർ സാറ്റർഡേയും സൺഡേയും ഇത് വർക്ക് ചെയ്യത്തില്ല, അത് കിട്ടും. അതിനകത്തുണ്ടോ ഈ ഒരു ഡേറ്റ് മാറ്റിയത് ഈ സാറ്റർഡേയോ സൺഡേയോ ആണോ എന്നുള്ളത് ഇഫ് കണ്ടീഷനകത്ത് യെസ് ഓർ നോ കിട്ടും, ട്രൂ ഓർ ഫോൾസ് കിട്ടും. ട്രൂ ആണെങ്കിൽ റൈസ് ആപ്ലിക്കേഷൻ എറർ, നോ ഓപ്പറേഷൻ പെർമിറ്റഡ് ടുഡേ എന്നുള്ളൊരു മെസ്സേജ്. ഇഫ് എൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഇഫ് എന്നുള്ളത് കൊടുക്കണം. അല്ല എങ്കിൽ എൽസ് ഉണ്ടെങ്കിൽ അത് താഴെ എൽസ് ഇട്ടങ്ങ് എഴുതാം. എൽസ് ഇട്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി, ബ്രാക്കറ്റ്സ് ഒന്നും വേണ്ട, അല്ലാതെ എഴുതിയാൽ മതി. അല്ലാതെ എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇഫ് തീരുന്ന സമയത്ത് എൻഡ് ഇഫ് എന്നുള്ളതും കൂടെ കൊടുക്കണം. അതാണ് ഇഫിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾക്ക് PLSQLൻ്റെ ഇഫിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ PLSQL ഇഫ് എൽസ് ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ നോട്ട്സ് അയച്ചു തരാം വേണമെങ്കിൽ. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല, എല്ലാവരും അത് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവരുണ്ടാവത്തില്ല. പഠിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എൻ്റെ ഒരു ബുക്കാണുള്ളത്, അതുകൊണ്ട് ആവശ്യമുള്ളവർ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് ആ കറണ്ട് ഡേറ്റ് എടുക്കുക, ഡേ ഫോർമാറ്റിലോട്ട് മാറ്റി അത് സാറ്റർഡേ സൺഡേ ആണോ എന്ന് ചെക്ക് ചെയ്തു, ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ആണെങ്കിൽ റൈസ് ആപ്ലിക്കേഷൻ എറർ കോൾ ചെയ്തു. ഇതാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ട്രിഗർ ഉണ്ട്. ഈ ട്രിഗറിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അതായത് ക്രിയേറ്റ് ട്രിഗർ മൈ ട്രിഗർ ബിഫോർ അപ്ഡേറ്റ് ഓഫ് സാലറി ഓൺ എംപ്ലോയി ഫോർ ഈച്ച് റോ വെൻ ഓൾഡ് സാലറി ഗ്രേറ്റർ ദാൻ ന്യൂ സാലറി ബിഗിൻ റൈസ് ആപ്ലിക്കേഷൻ എറർ. അതായത് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളൊരു അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓൾഡ് സാലറിയേക്കാളും ന്യൂ സാലറിയേക്കാളും ഗ്രേറ്റർ ആണ് ഓൾഡ് സാലറി എങ്കിൽ, അതായത് പുതിയ സാലറി ഓൾഡ് സാലറിയാണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ പുതിയ സാലറി എന്ന് പറഞ്ഞാൽ ലെസറാണ്, ആ സമയത്ത് എറർ ഉണ്ടാവണം. അതായത് അത് സംഭവിക്കാൻ പാടില്ല. അതായത് അപ്ഡേറ്റ് ഓപ്പറേഷനിൽ എപ്പോഴും പുതിയ സാലറി ഗ്രേറ്റർ ആയിരിക്കണം, ലെസർ വാല്യൂ വരാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയ സാലറി എപ്പോഴാണോ പഴയ സാലറിയേക്കാളും ലെസറായിട്ടുള്ളൊരു വാല്യൂ വരുന്നത് ആ സമയത്ത് എറർ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളായാൽ കംപ്ലീറ്റ് ട്രിഗറും കഴിഞ്ഞു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ട്രിഗറിനകത്ത് ഒരിക്കലും വരത്തില്ല. കംപ്ലീറ്റ് ട്രിഗർ പോർഷൻസും ഇതിനകത്ത് കവേർഡാണ്. ഇതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്നും നോക്കേണ്ടി വരത്തില്ല. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.